സാർ ഒരു ഒറ്റ സ്നാപ്പിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ വടകരയിൽ നിന്ന് വാൾട്ട് ഡിസ്നി വരെയുള്ളൊരു വളർച്ച അല്ലെങ്കിൽ ഒരു യാത്ര സാർ എങ്ങനെയാണ് അതിനെ ഒറ്റ സ്നാപ്പിലൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ when you look back, it was a whole lot of excitement. ഈ ലൈഫിലെ എക്സൈറ്റ്മെൻ്റ് ആണ് നമ്മളെ സക്സസ്ഫുൾ ആക്കി മാറ്റുന്നതാണ് എൻ്റെ ധാരണ. എക്സൈറ്റ്മെൻറ്റ് ഏത് നിമിഷം നഷ്ടപ്പെടുന്നു ആ നിമിഷം നമ്മൾ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ വെൻ ഐ ലുക്ക് ബാക്ക് ഇറ്റ് വാസ് എ ഹോൾ ലോട്ട് ഓഫ് എക്സൈറ്റ്മെൻറ്റ്. പിന്നെ ഈ ലൈഫ് എന്ന് പറഞ്ഞ ഒരു ജേണിയാണ്. ഇറ്റ്സ് എ ജേണി എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ബാധകമാണ്, ശ്രീകാന്തിനെ എനിക്കൊക്കെ. ജേണി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് യു ഹാവ് ടു ഡിഫൈൻ ദ ഡെസ്റ്റിനേഷൻ. ശ്രീകാന്ത് ഇവിടെ കനകക്കുന്ന് കൊട്ടാരത്തുനിന്ന് യു ഡിസൈഡഡ് ടു ട്രാവൽ അപ് ടു കാലിക്കറ്റ്. My decision is only to travel up to Cochin. And somebody else may decide to go up to Koilon. Somebody may decide to stay back at Kanakundo, Trivandrum. അപ്പോൾ ഈ ഡെസ്റ്റിനേഷൻ ഡിഫൈൻ ചെയ്തിട്ട് then you have to decide the speed. If you have to reach Calicut, your speed should be 150, 180. If I am going to Cochin, my speed is 80. Somebody is deciding to be at Karakutam, his speed is only 10. So then you have to decide the route. Single lane ആണോ സൂപ്പർ ഫാസ്റ്റ് ആണോ, ദ ഹോൾ തിങ്. ഇതാണ് അതിൻ്റെ. ആൻഡ് ഈ യാത്രയിൽ ആൻഡ് ഇറ്റ് ഈസ് വെരി റിസ്കി. ഈ സ്പീഡ് ശ്രീകാന്ത് കാലിക്കലിലെത്താൻ ഇഫ് യു ആർ ടേക്കിംഗ് അറൌണ്ട് 180 സ്പീഡ്, ഇറ്റ്സ് എ ഹോൾ ലോട്ട് ഓഫ് റിസ്ക്. അതിൽ എക്സൈറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുക, ആ യാത്ര തുടരുക. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. പിന്നെ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ദർ ആർ മേ ബി അറൌണ്ട് 4-5 മൈൽ സ്റ്റോൺസ് പറയാം. ഒന്ന്, പഠിക്കുന്ന സമയത്ത് അന്ന് എല്ലാവരുടെയും ആഗ്രഹം ഒരു സയൻസ് ഗ്രൂപ്പ് എടുക്കുക, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, എന്നിട്ട് ഡോക്ടർ ആവുക, അതില്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവുക. അതെ, ഞാൻ അന്ന് ഈ വട്ടിൻ്റെ തുടക്കമായിരിക്കാം. ഐ ടുക്ക് അനദർ കോഴ്സ്, മാത്സ്, എക്കണോമിക്സ്, കോമേഴ്സ്. ആരും എടുക്കാത്തൊരു കോഴ്സായിരുന്നു, ഒരു ഡിസ്കാർഡഡ് ആയിരുന്നു, ഗവൺമെൻറ് കോളേജ്. അതെടുത്തു. പക്ഷേ ലുക്കിംഗ് ബാക്ക് ദാറ്റ് ഹെൽപ്പ് മീ ഇൻ എ ബിഗ് വേ. മാത്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റും. രണ്ടാമത് ജോലി കിട്ടിയപ്പോൾ ഏറ്റവും ദുർഘടമായ ഒരു സ്ഥലമാണ് പോയി എടുത്തത്. വീട്ടിനടുത്ത് 6 കിലോമീറ്ററിൽ എത്താവുന്ന ഒരു ജോലി നേടി. അത് ഷില്ലോങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടെ പോയി എടുത്തു. മൂന്നാമത് ജോലി റിസൈൻ ചെയ്തു. ബാങ്കിൽ നന്നായിട്ട് പോയിരുന്നു, ബോംബെയിലുള്ള എസ്റ്റാബ്ലിഷ് ചെയ്തു, എല്ലാം കൂടെ. അപ്പോൾ ഒരു ഫൈൻ മോർണിംഗ് ഡിസൈഡഡ് ഐ വിൽ ഡിസൈൻ. നാലാമത്തെ കുഡ് ബി ദ മീഡിയ ആയിട്ടുള്ള അസോസിയേഷൻ. ഇതൊക്കെയാണ് when I look back, these are the important things. അതെ, അത് ആ മൈൽ സ്റ്റോൺ സാറ് പറഞ്ഞു. അതോടൊപ്പം ഈ നേരത്തെ പറഞ്ഞു ഈ അത് 4 പറഞ്ഞതിൽ 4 3 ജോലി കിട്ടി ആദ്യം. ഒന്ന് ഒരു അധ്യാപകൻ, ഒന്ന് കെൽട്രോണിലെ ട്രെയിനി, ഒന്ന് ബാങ്കിലും. സുഖമായിട്ട് വീട്ടിൽ പോയിട്ട് ഊണ് കഴിച്ച് വരാം എന്നാണ് സാറന്ന് പറഞ്ഞത്. അപ്പോൾ അത് മാറ്റിയിട്ടാണ് ഈ ഷില്ലോങ്ങിലേക്ക് പോകുന്നത്. ഇപ്പം നമ്മളൊക്കെ നാട്ടിൽ തന്നെ സ്ഥലം മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം പേടിക്കുന്ന, ഇപ്പോഴത്തെ ജനറേഷൻ പോലും ഒരു പേടിക്കുന്ന, അരക്ഷിതാവസ്ഥയിലേക്ക് പോകാൻ മനുഷ്യന് ഒരിക്കലും ഇഷ്ടമല്ല. പക്ഷെ താങ്കളുടെ ജീവിതത്തിൽ മുഴുവൻ അരക്ഷിതാവസ്ഥയെ തേടി അങ്ങോട്ട് പോവുകയായിരുന്നു. ഈ അരക്ഷിതാവസ്ഥ എന്ന് പറയുന്ന സാധനം നമ്മളുടെ മെറ്റബോളിസത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ മനുഷ്യൻ്റെ? ഇതിൽ ശ്രീകാന്ത് പറഞ്ഞ പോലെ 3 ജോലി കിട്ടി. അതിൽ അത് ഇഷ്ടമുള്ളൊരു ജോലിയായിരുന്നു, കോളേജ് ലെക്ചർ ആവുക. അന്നത്തെ കിട്ടാവുന്ന ഒരു ഗസറ്റഡ് പോസ്റ്റ്, നല്ല ജോലി, 6 കിലോമീറ്റർ ദൂരം, 10 മിനിറ്റ് കൊണ്ട് കോളേജിലെത്താൻ, പഠിച്ച കോളേജിൽ ലെക്ചറായി എത്തുക. ഇതൊക്കെ ഒരു താല്പര്യമുള്ള കാര്യങ്ങളാണ് അന്നത്തെ പ്രായത്തിൽ. പക്ഷെ ഈ 3 ജോലി കിട്ടിയപ്പോൾ കെൽട്രോണും നല്ല സ്ഥാപനമാണ്, ട്രിവാൻഡ്രത്താണ് പോസ്റ്റിംഗ്, രണ്ടാമത്തെ പോസ്റ്റിംഗ്. അന്ന് നന്നായി പോകുന്ന ഒരു ഇലക്ട്രോണിക് സ്ഥാപനം. മൂന്നാമത്താണ് ഫെഡറൽ ബാങ്ക് പോസ്റ്റിംഗ് ഷില്ലോങ്. അതിൻ്റെ അന്നത്തെ സ്ഥലം, ഒന്ന്, ഞാൻ കമ്മിങ് ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി. 2 ഇന്നത്തെ ഷില്ലോങ് അല്ല, അന്ന് ഏർലി 80s കൽക്കത്തയിൽ പോയിട്ട് വേണം അവിടെ. കൽക്കത്ത മാത്രമല്ല, ഇവിടുന്ന് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല. ചെന്നൈയിൽ പോവാ, മദ്രാസ് മെയിലിൽ, അവിടെ ഒരു 6-7 മണിക്കൂർ ഗ്യാപ്പ്. അത് കഴിഞ്ഞ് കൽക്കത്ത ട്രെയിന്. കൽക്കറ്റയിൽ നിന്ന് ട്രെയിനിൽ പോയാൽ ചിലപ്പോൾ എത്തില്ല. then you have to take a flight. ആദ്യമായിട്ട് ഫ്ലൈറ്റ് എടുക്കുന്ന അന്നാണ്. റെയിൽവേ സ്റ്റേഷനിൽ എയർപോർട്ടിലെത്താൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ ആ ബഡ്ജറ്റിൽ. അവിടെ പോയി അന്ന് രാത്രി എയർപോർട്ടിൽ ഉറങ്ങി, രാവിലെയാണ് ഈ ഫ്ലൈറ്റ്. റൂം എടുക്കാനെന്നുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നു. ഗോഹട്ടി എത്തി. ഗോഹട്ടിയിൽ നിന്ന് 4 മണിക്കൂർ ക്ലൈംബ് ചെയ്തിട്ടാണ് ഷില്ലോങ് എത്തുന്നത്.
അതായിരുന്നു അതിൻ്റെ ഒരു ത്രില്ല്. അതെ. ഇത്തരം ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ നമ്മളിൽ ഒരു പുതിയ ജനറേഷന് വേണ്ടി കൂടിയിട്ടാണ് ഈ ചോദ്യം. അരക്ഷിതാവസ്ഥയെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് പുണരണം എന്നാണ് പറയുന്നത്. അത് നമുക്ക് എന്തെങ്കിലും മാറ്റം തരുന്നുണ്ടോ? ഞാൻ പറയാം, ഇത് നമ്മളെല്ലാവരുടെ ഒരു സേഫ്റ്റി സോൺ ഉണ്ട്. അതെ, എല്ലാവരും അതെ. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഞാൻ പറഞ്ഞ പോലെ വീട്ടില് അടുത്തൊരു ജോലി കിട്ടാൻ സേഫ്റ്റി സോണാണ്. അതെ. എല്ലാം ഫിക്സ്ഡ് ആണ്, വീട് പോയി നോക്കണ്ട, ഒരു പ്രാരബ്ധമല്ല, എല്ലാം കൂടെ ഇതാണ്. ശ്രീകാന്ത് തന്നെ ഒരു എക്സാമ്പിൾ. ശ്രീകാന്ത്, യു ഹാവ് അച്ചീവർ. എത്ര ബുക്ക് എഴുതി? ഞാനൊരു 8-9 ഒക്കെ ഉണ്ട്. 8-9 ബുക്ക്. ഈ പ്രായത്തിൽ 8-9 ബുക്ക് എഴുതി. യു ആർ എ അച്ചീവർ. നന്നായി എസ്റ്റാബ്ലിഷ് ചെയ്തു. ജേർണലിസ്റ്റ് മീഡിയയിൽ അറിയപ്പെടുന്ന ഒരാളാണ്. ഈ പറഞ്ഞ പോലെ ശ്രീകാന്ത് ഒന്ന് വെൻ യു ലുക്ക് ബാക്ക്, ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. ഈ ഏജിൽ എല്ലാം കൂടെ ആയി. പക്ഷെ ഞാൻ മറൊരു ചോദ്യം ചോദിക്കുക, ശ്രീകാന്തിന് കുറച്ചുകൂടെ ബെറ്റർ ചെയ്തുകൂടായിരുന്നു? ശ്രീകാന്തിന് BBC-യുടെ കറസ്പോണ്ടൻ്റായിട്ട് ലണ്ടനിൽ പോയി കൂടായിരുന്നു? CNN-ന്റെ ജേർണലിസ്റ്റായിട്ട് ന്യൂയോർക്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? ഈ അരക്ഷിതാവസ്ഥയോടുള്ള പേടി. എക്സാക്ട്ലി. അപ്പൊ ഈ നേട്ടങ്ങള് പിന്നെ അതിൽ ഫെയിൽ ആവാനുള്ള പെർസെൻറ്റേജ് ഒരുപാട് കൂടുതലാണ്. ഇപ്പൊ ശ്രീകാന്ത് BBC ജേർണലിസ്റ്റ് ആയിട്ട് ആ പ്രായത്തില്, ഇന്നിപ്പോ മാറി, ഇന്നിപ്പോ ഈ കൻ ഈസിലി മാനേജ്. ആ പ്രായത്തില് ലണ്ടനിൽ പോയിട്ട് അതിനു വേണ്ടി പ്രയത്നിക്കാന്ന് പറഞ്ഞാല് നോട്ട് ആൻ ഈസി ടാസ്ക്. അത് ഫെയിൽ ആവാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അതിനെ എങ്ങനെയാണ് ഈ ഡിഫൈൻ ചെയ്യുന്നത്? ഭാഗ്യം. ചിലർ പറയും മാധവൻ, ഉദാഹരണം താങ്കളോട്, മാധവൻ ഭാഗ്യവാനാണെന്ന് പറയും. ഭാഗ്യവും എന്ന് പറയുന്നത് അധ്വാനത്തിനെ കുറച്ച് കളയുന്നൊരു സാധനമല്ലേ ആ വാക്ക്? ഈ ഭാഗ്യം, ഐ വിൽ സേ, ഇഫ് യു ആസ്ക് മീ ടു ഡിഫൈൻ, ലക്ക് ഈസ് ഗുഡ് ലക്ക്. ഗുഡ് ലക്ക്, ഇഫ് യു അഗൈൻ ഡിഫൈൻ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ്നെസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഹാർഡ് വർക്ക്. ഇപ്പൊ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നമ്മളെ ഇവിടെ തന്നെ മലയാളികളുടെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഞാൻ 2 എക്സ്ട്രീം പറയാം. യൂസഫ് അലി, ഇത്രയും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് ഭയങ്കര ഭാഗ്യവാനാ, ഭാഗ്യം കൊണ്ട് കിട്ടിയ. അല്ല, അതിന്റെ പിറകിലുള്ള എഫേർട്സും കാര്യം. എത്ര മലയാളികൾ ഗൾഫിലേക്ക് പോയി വിടുന്നത്? അതിൽ ഒരു യൂസഫ് അലി അല്ലെങ്കിൽ 1 ഡസൻ സക്സസ്ഫുൾ ബിസിനസ്മാനേ ഉള്ളൂ ആ ലെവലിലെത്തിയത്. അതിന്റെ പിറകിൽ ഒരുപാട് എഫേർട്സ് ഉണ്ട്. പിന്നെ അതിന്റെ കൂടെ ദൈവാധീനോ അതൊക്കെ ഉണ്ടാവും. ഈ ഹാർഡ് വർക്ക് പ്ലസ് ഓപ്പർച്യൂണിറ്റി. യൂസഫ് അലി നാട്ടികയിൽ തന്നെ ഇരുന്നിട്ടെങ്കിൽ, ഐ തിങ്ക് ഈസ് ഫ്രം നാട്ടിക ആയിരുന്നെങ്കിൽ ഈ യൂസഫ് അലി ആവില്ലായിരുന്നു. It's a mix of things, the sparing capacity, അതിനുള്ള ശ്രമം, and it is a 24/7 job ആണ്. വേറൊരു മറ്റ് എക്സ്ട്രീമില് ആന്റണി പെരുമ്പാവൂർ, ഞാൻ പലരും കേട്ടിട്ടുണ്ട്, ഓ അയാള് ലാലിന്റെ കൂടെ, ലാൽ സാറിന്റെ കൂടെ കെട്ടിയിട്ട് അങ്ങനെ ഇതായിരുന്നു. അല്ല, എത്ര ഡ്രൈവർമാർ ലാൽ സാറിന്റെ കൂടെ വന്നു ഇല്ലേ? അതിൽ ഒരു ആന്റണി ഉണ്ടായിരുന്നു. അതിന് ഞാൻ എപ്പോഴും അയാളെ വലിയ ബഹുമാനത്തോടെയാണ് നോക്കി കാണാറ്. കാരണം ആ ഒരു ഡ്രൈവർ എന്നുള്ള നിലക്ക് വന്ന് ഒരു പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, അത് ഈസ് മാനേജിങ്. മലയാളം ഇൻഡസ്ട്രിയിൽ ഈസ് നമ്പർ 1 പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എ ജോബ്, വെരി കോംപ്ലിക്കേറ്റഡ് ഇൻഡസ്ട്രി, ആൻഡ് ഈസ് ഡൂയിങ്, ഈസ് ഓക്കെ. സോ ഞാൻ സാധാരണ ഇത്ര അച്ചീവേഴ്സിനെ കാണുമ്പോൾ ഞാൻ അവരെ അത്ഭുതത്തോടെയാണ് നോക്കാറ്. അവരുടെ ഓരോ കാര്യങ്ങളും, ചെറിയ ചെറിയ കൊച്ചു കാര്യങ്ങൾ, എസ്പെഷ്യലി ഫസ്റ്റ് ജനറേഷൻ അച്ചീവേഴ്സ്. അതാണ്. സെക്കൻഡ് ജനറേഷൻ ഇറ്റ്സ് ഓട്ടോ പൈലറ്റ്. തേർഡ് ജനറേഷൻ സിൽവർ സ്പൂൺ വഴി ജനിച്ച് അവർക്ക് വേണേ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും വരാൻ പോകില്ല. അതുപോലെ നമുക്കറിയെങ്കിലും ചില കാര്യങ്ങൾ, ഇത് വളരെ വർഷങ്ങളായി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് മാധവൻ. മാധ്യമരംഗത്തെ നൈപുണ്യം മാത്രമല്ല, അതിലുള്ള അവഗാഹം കൂടിയാണ് അദ്ദേഹത്തെ ഈ പദവിയിലേക്ക് ഉയർത്തിയത്. വളരെ അടുത്ത സുഹൃത്ത് ഉന്നത പദവിയിലെത്തുക എന്നത് എനിക്കും സന്തോഷകരമാണ്. ഇത് പറഞ്ഞത് MT വാസുദേവൻ നായരാണ്. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പമില്ല. MTയുമായിട്ട് മാതൃഭൂമിയുടെ വരാന്തയിൽ വന്നിരിക്കുന്ന പഴയ ഒരു മാധവ കാലമുണ്ട്. അത് അധികം ആളുകൾക്ക് അറിയില്ല. കൃഷ്ണവാര്യരും MTയും ഒക്കെ ഉള്ള അതെങ്ങനെയായിരുന്നു എന്ന്. അത് ഈ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ എല്ലാവർക്കും ഉണ്ടല്ലോ, ഈ ആരാ പറഞ്ഞത്, VK അല്ലേ പറഞ്ഞത്, എല്ലാവരിലും ഒരു ഭ്രാന്തിന്റെ അംശം ഉണ്ട് എന്നുള്ള ഒരു മാഡ്നസ്. ഇങ്ങനെ നടന്നു പിറകുന്ന ഒരാള് ഭ്രാന്താന്ന് വിളിച്ചാല് ഉടനെ അയാൾ തിരിഞ്ഞു നോക്കും. അയാളെ ആ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്, ഉടൻ പറയും, ഈ വിളിച്ച ആള് തിരിച്ചു പറയും, നിന്റെ അച്ഛനാണ് ഭ്രാന്ത്. നമുക്ക് എല്ലാവർക്കും ഭ്രാന്താന്ന് പറയും മറുപടി ആയിട്ട്. അതുപോലെ ഈ ഭ്രാന്തിന്റെ അംശം, ഈ ഡിറ്റർമിനേഷൻ, ഇൻസാനിറ്റി ആൻഡ് മാഡ്നസ്,
ഇതെല്ലാം കൂടുന്ന ഒരു ഫോമുലയാണ് നമ്മളൊക്കെ അത് അതിൻ്റെ ഏറ്റക്കുറിച്ചിലനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അതെ. പഠിക്കുന്ന സമയത്ത് വടകരയിൽ നിന്ന് കോഴിക്കോട്ട് എത്താന്ന് വെച്ചാൽ 2 മണിക്കൂർ ട്രാവലിംഗ് ആണ്. പല ദിവസങ്ങളിലും ക്ലാസ് കട്ട് ചെയ്തിട്ട് പഴയ MM പ്രസ് ശ്രീകാന്ത് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, ഒരു കോറിഡോർ ഉണ്ട്. ഫസ്റ്റ് റൂമിൽ MT സാറ്, പിന്നെ പിള്ള സാറ്, പിന്നെ ഗോവിന്ദനുണ്ട്. ഇവിടെ MT സാറെ കാണാം. MT സാറിന്റെ ഒരു ഗുരുവിനേക്കാളും മേലെയാണ് ഞാൻ അന്നും ഇന്നും കാണുന്നത്. കാരണം അങ്ങേരുമായിട്ട് കുറച്ച് സമയം സംസാരിക്കും. ഇത്രയും സംസാരത്തിൽ പിശുക്ക് കാണിക്കുന്ന വേറെ സാഹിത്യകാരൻ മലയാളത്തിൽ ഉണ്ടായിരുന്നോ എന്നറിയില്ല. അപ്പോൾ അവിടെ പോയാൽ മോസ്റ്റ് ഇറാറ്റിക് ആയിരുന്നു ആ സമയത്ത് MT സാറ്. ചിലപ്പോൾ രാവിലെ വന്ന് 12 മണിക്ക് പോകും, ചിലപ്പോൾ വന്നില്ല എന്ന് വരും, ചിലപ്പോൾ രാത്രി വൈകുന്നേരം 6 മണിക്ക് കയറി വരും ആ പത്ര ഓഫീസിൽ. മുഴുവൻ മാഗസീൻസ് പേപ്പറും ആയിരിക്കും പോകും. മുഖം കാണാൻ നമ്മളിങ്ങനെ തട്ടി മാറ്റി. അപ്പോൾ ആ സമയത്ത് പോയി കാണുക, സംസാരിക്കുക. ചില സമയത്ത് വാചാൽ എന്നാവും MT സാർ. ആ ഒരു ചില മുഹൂർത്തം, അതൊരു മുഹൂർത്തമായിരുന്നു. പിന്നെ അസുഖം വന്നിട്ട് പുരത്തിൽ കുഞ്ഞുപിള്ളയുടെ വീട്ടിൽ വടകര വന്നിരുന്നു, കുറെ പുള്ളിയുടെ തടവിലായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഉള്ള ഒരു ഇതുണ്ടല്ലോ, അത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. മരിക്കുന്നതിന്റെ 2 ആഴ്ച മുമ്പേ, 2 മാസം മുമ്പേ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞു, സാർ എപ്പോഴാണ് എഴുതുന്നത് വെച്ചപ്പോൾ അതിനുള്ള സ്റ്റാമിന പോയി പാകമാണ്. ഒന്നും സംസാരിച്ചിട്ട് ഞാൻ 2-3 പ്രാവശ്യം ഞാൻ പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇരിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു നീണ്ട ബന്ധമായി. അതൊരു ജീവിതത്തിലൊരു വലിയ ഒരു ഭാഗ്യമായിട്ടും ഞാൻ ശിഷ്യൻ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഗുരുവല്ല ശിഷ്യനല്ല, ഞാൻ അതിനേക്കാളും മേലെ കാണുന്നത് അങ്ങനെ ചില വ്യക്തികളുണ്ടല്ലോ. അതെ. പിന്നെ സാഹിത്യമായിട്ട് അന്നേ ഇതായിരുന്നു, സിനിമയായിട്ട് അന്നൊരു വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നു. ഞാൻ അവരെ ഇഗ്നോർ വെച്ചാൽ എനിക്ക് അറിയില്ല, അതിനുള്ളൊരു ശ്രമം നടത്തിയിട്ടില്ല. സാഹിത്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം അതൊരു കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ കാലിക്കറ്റേക്ക് പോവാ, കാലിക്കറ്റ് തിരക്കിട്ട് പോകണം, അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മാഹി ബോർഡ് കണ്ടപ്പോൾ ഞാൻ അവിടെ ഓർത്തു, M മുകുന്ദൻ ഇവിടെ ഉണ്ടോ, വിളിച്ചു. ഉച്ചയാണ്, 1 മണി. ഞാൻ വീട്ടിലുണ്ട്. ഞാൻ എന്താ പരിപാടി എന്ന് ചോദിച്ചു. ഇതാ ഊണ് കഴിച്ച് എനിക്ക് കണ്ണൂർ ഒരു പ്രോഗ്രാം കൊണ്ട് പോവാന്ന്. ഞാനിതിവിടെ ഞാൻ ടേൺ ചെയ്യാണ്, ജയരാജന്റെ റെസ്റ്റോറൻറ്റിൽ നമുക്ക് അവിടെ ലഞ്ച് കഴിക്കാന്ന്. അയ്യോ എനിക്ക് കണ്ണൂരിൽ പോകണ്ട, അത് സാരമില്ല നമുക്ക് പോവാന്ന്. ഞങ്ങൾ അവിടെ ഓൾമോസ്റ്റ് 3 hours സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഫംഗ്ഷനും എല്ലാം പോയി, ഞാനും പോയി. അതിനിടെ പറഞ്ഞു, ഈ പഴയ പല കാര്യങ്ങളും ഇടതല്ലേ ഇപ്പൊ ഇലവെച്ചുള്ള സദ്യ ഒന്നും എവിടെയൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ജയരാജനെ വിളിച്ചു, ജയരാജ് നമുക്കിപ്പോ സദ്യ വേണോ? അതൊക്കെ അറേഞ്ച്. ഇതൊരു രസമുള്ള സംഭവമാണ്. നമ്മൾ പറഞ്ഞ ശൈലി എന്ന് പറഞ്ഞ ഷെഡ്യൂൾ ഡിബേറ്റ് ചെയ്യാം, റൈറ്റ് ടേൺ ഓർ ലെഫ്റ്റ് ടേൺ, ഗെറ്റ് ഇൻ ടു എ ഡിഫറെന്റ് മോഡ്. അങ്ങനെ തന്നെയാണ് ഒരുപക്ഷെ താങ്കൾ ബോംബെയാണ് എത്തിയത്. ബോംബെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരോ നഗരം ഉണ്ടാവും, ആ നഗരത്തിൽ നിന്ന് വിട്ടുപോരാൻ പറ്റാത്ത. ബോംബെ എന്ന് പറഞ്ഞ നഗരം താങ്കളെ എന്താണ് പഠിപ്പിച്ചത്, എങ്ങനെയാണ് താങ്കളെ ഇൻസ്പയർ ചെയ്യുന്നത്? ഒരു ഭിക്ഷക്കാരൻ്റെ കഥ മുമ്പ് പറഞ്ഞത് ഓർമ്മയുണ്ട്, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയായിട്ട് ബാങ്കിൽ വന്നതും. ആ നഗരത്തിൽ നിന്ന് വിട്ടുപോരാൻ ഇപ്പോഴും മാധവന് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. ഓരോ നഗരത്തിനും അതിൻ്റെതായ ഒരു സ്വഭാവമുണ്ട്. എനിക്കറിയാം, ശ്രീകാന്തിന് കൽക്കട്ട വലിയ ഇഷ്ടമാണ്. അതിൻ്റെതായ കൽക്കട്ടയിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവിടുന്ന് തുടങ്ങാം നമുക്ക്. സിദ്ധാർത്ഥ റേയുടെ സത്യജിത്ത് റേയുടെ ഒരു ഫ്രഞ്ച് അവാർഡുമായിട്ട് കൊടുത്തപ്പോ അവിടുത്തെ വൺ ഓഫ് ദ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഗവൺമെന്റ് ഇൻവൈറ്റ് ചെയ്തു. പക്ഷെ അന്ന് ഒരു ഹാർട്ടിന്റെ ഇത് വന്നിട്ട് ഈ കുഡ് നോട്ട് ഗോ. Then French President Mitterrand ഉണ്ടാകുന്നു തോന്നുന്നു. Mitterrand came all the way to Delhi and requested Ray to go to Delhi. Then doctor said, please don't go. Then he said, I will go, I'll break all protocols, I'll go and meet him. ഒരു ചെറിയ ഗാദറിങ്ങിൽ അങ്ങേര് പറഞ്ഞ ഇപ്പോഴും ആ പ്രസംഗം എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്. Calcutta is the worst city, Mr. Mitterrand. We don't have electricity, we have the worst traffic jam, poverty to the maximum. You see, this is the point. But look, I like this city like anything. I don't have a better city than this. അതാണ് അതിൻ്റെ ഒരു ഭ്രാന്താണ് അയാളുടെ സിറ്റിയോടുള്ള. ഏത് സിറ്റിക്ക് അതിൻ്റെതായ ഒരു സ്വഭാവമുണ്ട്. ബോംബെ ശ്രീകാന്തിന് അറിയാറില്ല. ഞാൻ ഈ ഷില്ലോങ്ങിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് സെൻ്ററാണ്. അത് കഴിഞ്ഞാൽ ഹോം ടൗണിൽ റിക്വസ്റ്റ് ചെയ്താൽ നമുക്ക് ട്രാൻസ്ഫർ കിട്ടും. അങ്ങനെയാണ് വടകര വന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തത്, വീണ്ടും റിക്വസ്റ്റ് ചെയ്തു. ബോംബെയിലെ ട്രാഫിക് ജാം ആദ്യത്തെ ഒരു 6 മാസം ഐ സ്ട്രഗിൾ ലൈക്ക് എനിത്തിങ്. ആ ട്രെയിനിൽ കയറിയുള്ള യാത്ര, സബർബൻ ട്രെയിൻ, താമസം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ്.
പക്ഷെ അതിൻ്റെതായ ആ സിറ്റിക്ക് അതിൻ്റെ ഒരു ചാമുണ്ട്. ഇറ്റ്സ് കോൾഡ് എ കൊമേഴ്സ്യൽ സിറ്റി. അതിന് ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബാങ്കിലിരിക്കുമ്പോൾ രാവിലെ കയറി ചെല്ലുമ്പോൾ കൗണ്ടറിൽ, അന്ന് ഇന്നത്തെ പോലെയല്ല, വലിയ കൗണ്ടറാണ്, കൗണ്ടർ ഹാൻഡിൽ ചെയ്യുന്ന ക്ലർക്കും ഒരു കസ്റ്റമറുമായിട്ട്. കസ്റ്റമർ വെച്ചാൽ അയാളൊരു ബെഗർ, ആ ലുക്ക് കണ്ടാലൊക്കെ അറിയാം, ഫൈറ്റ് ചെയ്യാണ്. നിങ്ങൾ കള്ളനാണ്, നിങ്ങളെ ഇൻട്രഡക്ഷൻ ഇല്ലാതില്ല, ഞാൻ പോലീസിനെ വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ കയ്യിൽ ഒരു ടൗല് നിറയെ ക്യാഷാണ്. അപ്പൊ ഞാൻ രാവിലെ അല്ല, ഒരുപാട് മസ്റ്റ് കസ്റ്റമേഴ്സ് ഒക്കെ എൻ്റെ ക്യാബിലേക്ക് വിളിച്ചു, എന്താണെന്ന് ചോദിച്ചു. സോ ഈ സെറ്റ്, സാർ ഞാൻ കള്ളനൊന്നുമല്ല, ഈ സെറ്റ് നെയ്മ് ഒരു ഷെട്ടിയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളെ ജോലി എന്താണെന്ന് ചോദിച്ചു. ഞാനൊരു ബെഗറാന്ന് പറഞ്ഞു. ബെഗർ? അപ്പൊ കൗണ്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, 1,21,918 rupees ഓർ സംതിങ്, എല്ലാം കൂടെ ഇതാക്കിയിട്ട് ഒരു മണി. എനിക്കിത് ഡെപ്പോസിറ്റ്. ഞാൻ പറഞ്ഞു, എന്താ ഇപ്പൊ ഇന്ന് രാവിലെയാണോ ഡെപ്പോസിറ്റ് ആണെന്ന് തോന്നുന്നത്? ഇല്ല, ഞങ്ങൾ 5 ബെഗേഴ്സ് ഒന്നിച്ച് താമസിക്കുകയാണ്, അവിടെ നിന്ന് 4 പേരുടെയും കാശ് നല്ല മോഷണം പോയി, ഇത് സേഫ് അല്ലാതെ. എന്നിട്ട് അപ്പൊ ഈ ക്ലർക്ക് ഓടി വന്നിട്ട്, സാറേ ഇവനെ പോലീസിൽ ഏൽപ്പിക്കട, ഇവനെ വിശ്വസിച്ചൂടാ. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു ഇയാളെ. പിന്നെ ഞാൻ ബോംബെ വിടുന്നവരെ ഇപ്പം കാണാറില്ല, കുറച്ചായിട്ട് എന്നും ദീപാവലി ദിവസം ഒരു പാക്കറ്റ് സ്വീറ്റ്സ് ആയിട്ട് എന്നെ വന്ന് കാണുക. അപ്പൊ ഞാൻ അയാൾക്ക് ഒരു കാഫിയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഈ റെഫ്യൂസ് ടു സിറ്റ്. ഞാൻ ഇരിക്കും, നിർബന്ധിച്ചിരുന്നത്. എങ്ങനെയാ കാശ് ഉണ്ടാക്കിയത്? ഓർഡിനറി ബെഗർ എന്ന് പറഞ്ഞു. അപ്പോൾ ബുധനാഴ്ച എന്ന ദിവസം ഉണ്ടെങ്കിൽ അവിടുത്തെ ഫേമസ് ചർച്ച് ഉണ്ട്, മാഹിം ചർച്ച്, ഞാൻ അവിടെ ഉണ്ടാവും. വെള്ളിയാഴ്ച ഹാജി അലി എന്ന് പറഞ്ഞ ഹാജി അലിയിൽ പോവും. ട്യൂസ്ഡേ സിദ്ധിവിനായക പോവും. അപ്പൊ സിദ്ധിവിനായക പോവാണെങ്കിൽ സാർ ആ ടേണിങ്ങിലുള്ള ഫസ്റ്റ് അവിടെ ഇരിക്കണം. അവിടെ ഇരിക്കണമെങ്കിൽ അവിടെ 2:45 മുമ്പേ അവിടെ എത്തിയിരിക്കണം, രാവിലെ. ഇങ്ങനെ ഓരോ സമയത്തും മാഹിം ചർച്ചിൽ പോവാച്ചാൽ വൈകുന്നേരം 5 മണി, അതാണ് ബെസ്റ്റ് ടൈം. He got a small diary. He was so impressed. Professional beggar. No, that is Bombay. വേറെ ഒന്നും അവിടെ വലിയ ആളും ചെറിയ ആളൊന്നുമില്ല. ഇപ്പൊ മുകേഷ് അംബാനി അയാളുടെ ലൈക്ക് അയാളെ വഴിക്ക് പോകും. ഈ ചെറിയ ആൾക്കാരെ ചെറിയ ലൈക്ക് 20 രൂപ കൊണ്ട് കഴിയുന്ന ആൾക്കാരുണ്ട്, 2 ലക്ഷം കൊണ്ട് ഒരു ദിവസം കഴിയുന്ന ആൾക്കാരുണ്ട്. They don't care. നിങ്ങൾക്ക് വലുതാവണമെങ്കിൽ യു ഹാവ്, ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആ സേഫ്റ്റി സോൺ വിട്ടിട്ട് ഈ പരീക്ഷണത്തിന് പറ്റിയ ഒരു നഗരമാണ്. കൽക്കറ്റയ്ക്ക് ഈ ചാമുണ്ടോ എന്ന് എനിക്കറിയില്ല. കൽക്കറ്റക്ക് അതിൻ്റെതായ വേറൊരു സ്വഭാവമാണ്. അപ്പോൾ ഓരോ സിറ്റിക്ക് അതിൻ്റെതായ, ഡൽഹിക്ക് അതിൻ്റെതാണ്. ഡൽഹി തിങ്സ് പവർ ഈസ് പൊളിറ്റിക്സ്, പവർ ഈസ് മണി, ആൻഡ് ബോംബെ തിങ്സ് മണി ഈസ് പവർ. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. പിന്നെ മാധവൻ സാറ് പിന്നെ ഈ ബാങ്കിങ്ങിലും ഇതിലൊക്കെ മുഴുകി നടന്നിരുന്ന ഒരാൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു മീഡിയയിലേക്ക് എത്തിയത്. മീഡിയ എന്ന് പറഞ്ഞത് ഒരു വളരെ വ്യത്യസ്തമായൊരു ബിസിനസ്സാണത്. അതിൽ ഷൽഗീകർ എന്ന് പറഞ്ഞ ആൾ അതിൽ ഉണ്ട്. അതിൻ്റെ ആ ഒരു സംഭവം എങ്ങനെയാണ് മീഡിയയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണവും, പിന്നെ അത് സർവൈവ് ചെയ്ത് നിൽക്കണ്ടേ? നിങ്ങൾ പുതിയൊരു മേഖലയാണ് മീഡിയ, എങ്ങനെയാണ് അവിടെ പിച്ച വെച്ചതും പിടിച്ചു നിന്നതും? മീഡിയയിലും ഈ ഒരു പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല. ഒരു ഫൈൻ മോർണിംഗ് ബാങ്കിൽ നിന്ന് റിസൈൻ ചെയ്തു. ബാങ്കിൽ നിന്ന് അത് കഴിഞ്ഞു ഓൾമോസ്റ്റ് ഒരു 5-8 വീക്സ് ജോലിയില്ലാതെ നടന്നു. തുടക്കത്തിൽ ഫാമിലിയിൽ വൈഫിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അല്ലെങ്കിൽ രാവിലെ 8 മണിക്ക് പോകും, ആ ചെറിയ പഴയ BIP ബാഗ് എടുത്തിട്ട് വൈകുന്നേരം 11 മണിക്കാണ് വീട്ടിലെത്തുക. ആ ഒരു ഷെഡ്യൂളിൽ ബാങ്ക് നന്നായി പോന്നു, നന്നായി വർക്ക് ചെയ്തു. അതിനിടെ ഒരു ഫൈൻ മോർണിംഗിൽ തീരുമാനിച്ചു. ആൻഡ് ഐ വാസ് ഡൂയിങ് എക്സ്ട്രീംലി വെൽ. ആ ഏജ് ഗ്രൂപ്പിൽ ആ ഒരു ഇതായിട്ട് ഇരിക്കുമ്പോഴാണ് തീരുമാനിക്കുന്നത് ഐ ആം ഗോയിങ് ടു റിസൈൻ. അന്നത്തെ ചെയർമാൻ MP നായർ സാറ് നേരിട്ട് ബോംബെയിൽ വന്ന് പറഞ്ഞു, ഡോണ്ട് ഡു ഇറ്റ്, യു ഹാവ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ ഹിയർ എന്നൊക്കെ പറഞ്ഞു. ഐ ആം ഗോയിങ്. അങ്ങനെയാണ് അവിടുന്ന് വിടുന്നത്. അത് കഴിഞ്ഞു. ഓക്കെ, ലോങ് സ്റ്റോറി. ഒരു മർച്ചന്റ് ബാങ്കിങ് സ്ഥാപനം ഉണ്ടാക്കിയ ഫെഡെക്സ് എന്ന് പറഞ്ഞ് 5 കോടി ക്യാപിറ്റൽ വേണം. അതെല്ലാം ഫ്രണ്ട്സിനോടൊക്കെ വാങ്ങിച്ച് ദേ വർ ഓൾ ഹാപ്പി ടു കോൺട്രിബ്യൂട്ട്. നന്നായി വർക്ക് ചെയ്തു. ഫസ്റ്റ് ഇയർ തന്നെ 3 കോടി പ്രോഫിറ്റ്. അന്ന് വലിയ എമൗണ്ട് ആണ് 96-ൽ, ചെറിയ കമ്പനി. അപ്പോഴാണ് ഈ ഒരു ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. ഏഷ്യാനെറ്റ് ലൈക്ക് ഇൻ എനി ഫാമിലി, നെവ്യൂ അങ്കിൾ തമ്മിലുള്ള ഇഷ്യൂല് ആൻഡ് ശശികുമാർ ആയിരുന്നു അന്ന് നടത്തിയിരുന്നത്. അപ്പോൾ ഒരു ലോണിന് വേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ വന്നു, ലോൺ കൊടുത്തു. ഡിസ്പൈറ്റ് മൈ ബോർഡ് മുഴുവൻ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു, നായർ സാറുള്ളത് കൊണ്ട്. അങ്ങനെയാണ് ഏഷ്യനെറ്റ് നോക്കുമ്പോഴേക്കും
അന്ന് ഈ മീഡിയ എന്ന് പറഞ്ഞാൽ മാതൃഭൂമി, മനോരമ ഒരുപാട് അസറ്റുള്ള കമ്പനിയാണ്. വിഷ്വൽ മീഡിയയിൽ ഒന്നുമില്ല. 2-3 പഴയ ക്യാമറയും ഇതുമായിട്ട് നടക്കുന്ന ഒരു സമയമായിരുന്നു 96. ആ സമയത്താണ് ഞാൻ ഇതിൽ ബൈ ഡിഫോൾട്ട്, നോട്ട് ബൈ ചോയ്സ്, പതിവ് പോലെ വന്ന് ഏറ്റെടുക്കുന്നത്. ഒന്ന്, ശശികുമാറിനെ പോലുള്ള ഒരു മീഡിയ പേഴ്സണാലിറ്റി, വാസ് ദ വൺ ഓഫ് ദ ടവറിംഗ് പേഴ്സണാലിറ്റീസ് ഇൻ മീഡിയ സെക്ടർ. ആ സമയത്ത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്നത് ശശികുമാർ വളർത്തിയെടുത്ത ഒരു സ്ഥാപനമാണ്. അപ്പോഴാണ് ഈ അങ്കിളും നവിയും തമ്മിലുള്ള സ്പിറ്റൊക്കെ വന്ന് ശശികുമാർ മാറി നിൽക്കുന്നത്. ശശികുമാറിന്റെ കൂടെ ഒരുപാട് പേര്, ടോപ്പിലുള്ള പലരും അന്ന് വിട്ടുപോയി. അപ്പോൾ ഒരു ഏഷ്യാനെറ്റ് എന്നുള്ള പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേക്കുമായിരുന്നു. രണ്ടാമത് റവന്യൂ എന്ന് പറഞ്ഞ ഒന്നും ഉണ്ടായിരുന്നില്ല. റവന്യൂ ഒക്കെ ഒന്നുമില്ല, നെഗറ്റീവ് നെറ്റ്വർക്ക്, ഹോൾ വാസ് ഇൻ ഓൾ പ്രോബ്ലം. അവിടുന്നാണ് ഇത്. എനിക്ക് മീഡിയന്റെ സ്പെല്ലിംഗ് അറിയില്ലായിരുന്നു, ആദ്യം മുതലേ പഠിക്കേണ്ടി വന്നു. ആദ്യം മുതലേ ഒന്നും എന്താന്ന് പഠിക്കാനായിട്ടില്ല. പിന്നെ പഴയ ആൾക്കാർ, രാജനൊക്കെ ഇവിടെ ഉണ്ട്, രാജനൊക്കെ ഇവിടെ, രാജൻ, പ്രവീൺ, ഇങ്ങനെ കുറച്ച് പേരുണ്ട്. അത് മോസ്റ്റ് ഏറ്റവും യങ്സ്റ്റേഴ്സ് ആയിട്ടില്ല, അതായിരുന്നു എൻ്റെ അസറ്റ്. അവിടെ നിന്നാണ് അങ്ങനെ പഠിച്ചു വന്നപ്പോൾ ഈ മറ്റ് ബിസിനസ്സുകളിൽ നിന്ന് മാറിയിട്ട് മീഡിയക്കുള്ള പ്രത്യേകത എന്താണ് അത് കൊണ്ടു നടക്കാനുള്ള? ഒരു പഴയ ചൊല്ലില്ലേ, ഗുഡ് ഗോൾഡ് സ്മിത്ത് ഈസ് ആൾസോ എ ഗുഡ് കോബ്ലർ. അത് രണ്ട് വിധം അല്ല. മീഡിയ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെതായ ഒരു എന്താ പറയുക അതിന്, അന്ന് ന്യൂസ് ചാനലും എൻ്റർടൈൻമെൻറ്റും ഒന്നിച്ചായിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ അത് കണ്ടുപിടിക്കുക, അത് നടത്തിക്കുക, അത് ഇറ്റ്സ് എ ഫൺ. കണ്ടന്റ് ഈസ് കിങ്. ഏത് സ്ഥാപനമായാലും സ്പെഷ്യലി എൻ്റർടൈൻമെൻറ്റിൽ കണ്ടന്റിൻ്റെ സാധ്യതകൾ കാണുക, കണ്ടുപിടിക്കുക, അതുമായിട്ട് മുന്നോട്ട് പോയി. ഇന്നും ഐ ഡോണ്ട് നോ, ഞാനിപ്പോൾ റേറ്റിംഗ് ഒന്നും നോക്കാറില്ല. ഇപ്പോഴും 60% മാർക്കറ്റ് ഷെയർ ഉണ്ട്. ലാസ്റ്റ് 31 ഇയേഴ്സ് ആയിട്ട് അത് കണ്ടിന്യൂ ആണ്. ഇന്ത്യയിൽ വേറെ ഒരു ലാംഗ്വേജിൽ ഇത്രയും ഡോമിനേറ്റ് ചെയ്യുന്ന വേറെ ഒരു ചാനലും ഇല്ല. അല്ല, ഈ മീഡിയയുടെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ ഒരു ഓൾഡ് ജോക്ക് ഉണ്ട്. അതായത് ഇപ്പോഴത് ശരിയായി വന്നു തുടങ്ങി. പണ്ട് നമ്മുടെ ജേർണലിസ്റ്റ് കെ ജയചന്ദ്രൻ, ആദ്യം മാതൃഭൂമിയിലും പിന്നെ ഏഷ്യാനെറ്റും, എഴുത്തുകാരൻ വീക്കെൻഡ് എടുത്ത് പോവുകയും ഇപ്പോൾ വീക്കെൻഡ് പറഞ്ഞു, ജയേന്ദ്ര നിൻ്റെയൊക്കെ പണി പോകാൻ പോവാണ്, പ്രിൻ്റ് മീഡിയ ഇപ്പോൾ പൂട്ടും, ഇനിയൊക്കെ അതിൻ്റെ കാലമാണ് എന്ന് പറഞ്ഞപ്പോൾ ജയചന്ദ്രൻ എണ്ണീറ്റെന്ന് ചോദിച്ചു അത്രേ, അങ്ങനെ വന്നാൽ ഈ ചെറിയ കടകളിലൊക്കെ എങ്ങനെയാണ് സാധനം പൊതിഞ്ഞു കൊടുക്കുക? ഇപ്പോൾ വീക്കെൻഡ് അയക്ക് ഷെയ്ക്കൻഡ് കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ അന്ന് അതൊരു ജോക്കായിരുന്നു. ഇന്ന് അതൊരു പ്രിൻ്റ് മീഡിയയുടെ ഒരു സർവൈവിങ് എങ്ങനെയാണ് സാറ് കാണുന്നത്? ഒന്നുകൂടെ പിറകിലോട്ട് പോയാൽ നമ്മുടെ എൻറ്റയർ മീഡിയ സ്പേസ് നമ്മൾ ഗ്ലോബൽ എടുത്താൽ, അല്ലെങ്കിൽ അത് ട്രഡീഷണൽ മീഡിയ ആൻഡ് മോഡേൺ ഓർ ഡിജിറ്റൽ മീഡിയ. ട്രഡീഷണൽ മീഡിയ എന്ന് പറയുമ്പോൾ യു ഹാവ് പ്രിന്റ്, ടെലിവിഷൻ, റേഡിയോ. മോഡേൺ മീഡിയ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ സ്പേസിൽ യു ഹാവ് സ്ട്രീമിംഗ്, OTT, യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ഇങ്ങനെ ആ ഒരു ഇത്. ഗ്ലോബലി വൺ ഓഫ് ദി ഇൻട്രസ്റ്റിംഗ് തിങ്സ് ഈസ് ദാറ്റ് അറൗണ്ട് നമ്മൾ ഈ വർഷം $1 trillion റവന്യൂ ആണ് അഡ്വർടൈസ്മെന്റ് റവന്യൂ, ഗ്ലോബൽ റവന്യൂ മീഡിയ സ്പേസിൽ. അതിൽ ഇറ്റ് ഇസ് ക്വൈറ്റ് അസ്റ്റോണിഷിംഗ്. 70% ഓഫ് ദ റവന്യൂ ഈസ് നൗ ടുവേർഡ്സ് ഡിജിറ്റൽ. 70%. മേജർ പ്ലേയേഴ്സ് ലൈക്ക് പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ, യൂണിലിവർ, ഇവരുടെയൊക്കെ ഒരു 55-60% ഗ്ലോബലി ഈസ് ഇയർമാർക്ഡ് ടുവേർഡ്സ് ഡിജിറ്റൽ. That's one thing. Second is, coming to your specific point, ഇന്ത്യയിലെ ലിറ്ററസി ലെവൽ, ഐ ഡോണ്ട് നോ ദാറ്റ്, ഈ കണക്ക് ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല, ദാറ്റ് ഈസ് അറൗണ്ട് 75-80% ലിറ്ററസി ലെവൽ. സ്റ്റിൽ 20-25% ഇല്ലിറ്ററേറ്റ്സ് ആണ്. അവർക്ക് ലിറ്ററേറ്റ് ആവുമ്പോഴേക്കും പത്രം ഒഴിവാക്കാൻ പറ്റില്ല. അതിനുള്ളൊരു ചെറിയ സ്കോപ്പ് ഉണ്ട്. കേരളത്തിൽ എൻ്റെ മാക്സിമമാണ്. കേരളം എൻ്റെ സുരേഷ് ഇവിടെ 50 lakhs കോപ്പീസ് വെക്കുന്നുണ്ട് അല്ലേ ന്യൂസ് പേപ്പർ? 25, 50, whatever it is, 40-45 lakhs. കേരളത്തിൽ ഇനി അതിന് ഫർദർ സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മൈ മോസ്റ്റ് വറിയിങ് തിങ് ആസ് ഫാർ ആസ് നോട്ട് ഓൺലി ട്രഡീഷണൽ മീഡിയ എന്ന് വെച്ചാൽ ദ യങ്സ്റ്റേഴ്സ്. ഇന്ത്യയിൽ 65% ഓഫ് ദ പോപ്പുലേഷൻ ഇസ് ബിലോ 35. വേറെ ഒരു കൺട്രിയിൽ ഇല്ലാത്തതാണ്. ഈ 65% ഇസ് നോട്ട് ദർ വിത്ത് TV ഓർ പ്രിന്റ്.
ദേ ഹാവ് മൂവ്ഡ് ഔട്ട്, നമ്മളറിയാതെ. അവരെങ്ങനെ തിരിച്ചു കൊണ്ടുവരാന്നില്ല. പ്രത്യേകിച്ച് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ശ്രേയസിനോടും പറയാറുള്ളതാണ്, ഈ എഡിറ്റോറിയൽ പേജൊക്കെ ഉണ്ടല്ലോ, എത്ര പേരാ വായിക്കുന്നത്? അത് എഴുതുന്നയാൾക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, പബ്ലിഷർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ബിയോണ്ട് ദാറ്റ് ഈ വാങ്ങുന്നതിനുള്ള ഒരു സീരിയസ് സർവേയോ കാര്യങ്ങളോ നടത്തിയിട്ട് ആർക്ക് വേണ്ടി അത് ചെയ്യേണ്ടത്? ഇപ്പോഴത്തെ പ്രോബ്ലം ഈ യങ്സ്റ്റേഴ്സിന്റെ പ്രോബ്ലം, ദേ ഡോണ്ട് ഹാവ് ടൈം മോർ ദാൻ ഒരു 2 മിനിറ്റ് കൂടുതൽ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ അവർക്ക് സമയമില്ല. ദേ ഡോണ്ട് വാണ്ട് ടു, ദേ ഡോണ്ട് ഹാവ്. സോ അപ്പൊ എങ്ങനെയാണ് അതിനെ നമ്മൾ? ഞാൻ ഒരു കാര്യം കൊണ്ട് പറയാം, അല്ല ഞാൻ ഈ ജനറേഷനാണ്, ജെൻ സെഡ് അല്ലെങ്കിൽ ഇവരെ ഞാൻ ക്ലോസ്ലി പലപ്പോഴും അവരെ കമ്പനിയിൽ ചേർക്കില്ല, വലിയ പാടാ. അരെ യു ഹാവ് ബ്ലഡി ഗെറ്റ് ഔട്ട്, ഗെറ്റ് ലോസ്റ്റ്. എന്നാലും ഞാൻ പാടുപെട്ട് അവരുടെ കൂടെ, ബോംബെയിൽ എൻ്റെ ഒരു ചെറിയൊരു ഗാങ് ഉണ്ട്, 10-12 പിള്ളേരല്ല. അവരുടെ ഇന്നിപ്പോൾ ChatGPT വന്നപ്പോൾ അവർ അധികം വിളിക്കാറില്ല. അതിന് മുമ്പേ എന്ത് കാര്യം വേണമെങ്കിലും, സ്പെഷ്യലി മീഡിയ, എനിത്തിങ് യു ആസ്ക് ദം, അവരുടെ മൊബൈലിൽ 2 അടിച്ച് ഇതല്ലേ, ഈ കണക്ക് ഇതല്ലേ, ഇത് കിട്ടും. അപ്പൊ ഇവരും ഞാനൊരു ലിങ്ക് എന്താന്ന് പറഞ്ഞാൽ അവന് കാശ് തീരുമ്പോൾ എന്നെ വിളിക്കും. ചെറിയ കടങ്ങളെ വേണ്ടു, 1000 രൂപ 2000 രൂപ അതിന് വേണം. അപ്പൊ അത് ഞാൻ ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്യും. നീ നിന്റെ കമ്പനിയിൽ എന്നെ ചേർക്കണം, ഇങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ പ്രോബ്ലം, ഇഫ് യു ആസ്ക് ദം, ഇഫ് യു ഇന്ററാക്ട് ദം, he said I have the news is coming to me, why should I read that? And he's up to date globally, right from New York Times, Washington Post, anything, BBC, CNN, എല്ലാം അവൻ അപ് ടു ഡേറ്റ് ആണ്. അതിനേക്കാൾ അപ് ടു ഡേറ്റ് ആയി. Why should I spend? I don't want to spend that. News is chasing me, it's coming to me എന്നാ പറയുന്നത്. അപ്പൊ ഇത് അഡ്രസ് ചെയ്യാത്തിടത്തോളം കാലം. അപ്പോൾ സാറ് പറഞ്ഞതിൽ ഇൻഫർമേഷൻ പുതിയ ജനറേഷന് കിട്ടുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഇൻഫർമേഷൻ അപ്പുറത്തേക്കുള്ള ഒരു ലോകം പത്രങ്ങൾ കൊടുത്താൽ, പ്രിന്റ് മീഡിയ കൊടുത്താൽ ഇവർ വരുമോ വായിക്കാൻ? സീരിയസ് ആയിട്ടുള്ള വൈ ആർ യു കണ്ടിന്യൂയിങ് വിത്ത് എഡിറ്റോറിയൽ പേജ്? ആർക്ക് വേണ്ടിയാ? എൻ്റെ സജഷൻ ശ്രേയസിന്റെ ഈ INSന്റെ പ്രസിഡന്റാണ്, അതുവേണ്ടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ് ശ്രേയസിന്. ഈ എഡിറ്റോറിയല് ഒരു 2 കോളാക്കിയിട്ട് ഫ്രണ്ട് പേജിലിടണം, 2 കോളായിട്ട് ഫ്രണ്ട് പേജിലിടുക, അവിടെ തീർന്നു. ബാക്കി യു ഡു ഇറ്റ് നോ, നീണ്ട ലേഖനങ്ങൾ. So are you catering people above 45 or are you worried about people below 45? ഇതാണ് ഇതിന്റെ ഉത്തരം. പക്ഷെ കേരളത്തിൽ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ്, ഇനി അത് എത്ര കാലം നിൽക്കുന്നറിയില്ല, നമ്മുടെ പത്രത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമോ ഇത്രയധികം കോളുകൾ വരുന്ന, ഇപ്പോഴും പ്രിന്റ് മീഡിയയിൽ പ്രിന്റിങ്ങൊക്കെ നന്നായിട്ട് അറിയാം, കോളുകൾ വരികയും അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുകയും ആ ഒരു ലെവൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഞാൻ ജോവിയലായിട്ട് കമന്റ് ചെയ്യട്ടെ, അണ്ണമുളകിൻ പ്രോബ്ലം ആയിരിക്കും, അല്ലാതെ പറയാ. നിങ്ങൾ അതിങ്ങനെ അത് ഈ ക്യാൻസർ വന്നിട്ട് പാരസെറ്റമോൾ ഗുളിക കൊടുത്തിട്ട് സുഖമായില്ലേ, പോയിക്കോ, കുറച്ച് ദശമാംശം കൂടി കഴിച്ചോളാൻ പറയും. അതാണ് ഇപ്പൊ പറയുന്നത്. അതുകൊണ്ടായില്ല ഈ 65% ഓഫ് ദ പോപ്പുലേഷൻ യു കാണ്ട് ഇഗ്നോർ. യു ഡു എ സർവേ, you interact with them, be close with them. So the good thing or bad thing is news is chasing you every second. No, it's chasing you. മുമ്പ് ഡൽഹി ഇലക്ഷൻ്റെ ഇത് വേണമെങ്കിൽ രാവിലെ തന്നെ നമ്മളെല്ലാവരും പ്രിപ്പയർ ചെയ്ത് കുളിച്ച് പുറപ്പെട്ട് TV-ന്റെ മുന്നിൽ ഹോൾ ഫാമിലി ഇരിക്കുക. ഞാനിത് നോക്കില്ല, എനിക്കിപ്പോ പറയാം 50-25 അതാണ് സ്കോർ BJP ആയപ്പോ, റൈറ്റ്? അപ്പൊ ഈ പുറത്തുള്ള മീഡിയാസ് ഒക്കെ, പ്രിന്റ് മീഡിയ എങ്ങനെയാണ് സാർ ഇപ്പോഴും സർവേ ചെയ്യുന്നത്? പുറത്ത് അഗൈൻ ട്രഡീഷണൽ മീഡിയ എന്ന് പറയുമ്പോൾ, ട്രഡീഷണൽ മീഡിയയിൽ TV-യുടെ കോഡ് കട്ടിങ് ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അവിടെ പ്രിന്റിലും സീരിയസ് എഫക്റ്റ്. പ്രിന്റിൽ ഇപ്പോൾ ഫിനാൻഷ്യൽ എക്സ്പ്രസ്സിന് 17.5 pounds ആണ് ഫോർ എ വീക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തത്. ന്യൂയോർക്ക് ടൈംസിന് അറൗണ്ട് $12 or $15. എല്ലാവരും ഡിജിറ്റലിലേക്ക് മാറി. ഇന്ത്യയിൽ മാത്രമാണ് അൺഫോർച്ചുനേറ്റ്ലി പേയ്മെന്റ് മോഡിൽ ഡിജിറ്റൽ സ്പേസ് സീരിയസ് ആയിട്ട് എടുക്കാം. ദാറ്റ് ഇസ് അനദർ പ്രോബ്ലം. അത് ഇൻഡസ്ട്രി ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അത് ഡിജിറ്റൽ തന്നെ ഈ കണ്ടന്റ് 2 സ്ഥാപനങ്ങൾക്കല്ലേ അതിൻ്റെ മേജർ ഷെയർ റവന്യൂ പോകുന്നത്. അത് ഓസ്ട്രേലിയക്ക് ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട്. അതും ഒരു വലിയ പ്രശ്നമല്ലേ ഡിജിറ്റൽ? ഓക്കെ, ഞാൻ ഈ പറഞ്ഞ 1 trillion റവന്യൂ, 1 trillion 70% ഡിജിറ്റല്. ഈ 1 trillion വീണ്ടും ഡിവൈഡ് ചെയ്താൽ ഈ അതിൻ്റെ 50%, അതായത് എത്രയാ, 500 billion ആവും. 50% റവന്യൂ എടുക്കുന്നത് ഗൂഗിൾ, മെറ്റ, ഫേസ്ബുക്ക്, ആമസോൺ, ടിക്ടോക്ക്,
ദിസ് വൺ ആലിബാബ. 5 കമ്പനികളാണ് എടുക്കുന്നത്. 5 കമ്പനികൾ. അവരാണ് ഇത് ഡോമിനേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ഫണ്ണിയസ്റ്റ് തിങ് ഹിയർ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് മോഡൽ. They are only providing the platform. They are investing heavily into that. Rest is your job. User generated content. You create your content and come. അല്ലെങ്കിൽ ഷോർട്ട് ഫോംസ്. They have redefined the whole thing. അവിടെയാണ് അതിൽ നിന്നാണ് പ്രിന്റ് പാഠം പഠിക്കുന്നത്. ഈ ന്യൂ ജനറേഷൻ അവരുടെ ടൈം സ്പാൻ ടു വാച്ച് ഓർ റീഡ് സംതിങ് ഈസ് ലിമിറ്റഡ് ടു 2 minutes. അത് അഡ്രസ് ചെയ്യുന്നു. അപ്പൊ ഗൂഗിളിന്റെ അഗൈൻ കമ്മിങ് ബാക്ക് ടു യുവർ ക്വസ്റ്റൻ ഈസ് ദാറ്റ് വൈ ആർ ദേ നോട്ട് ഷെയറിംഗ് ദ മണി വിത്ത് അതേഴ്സ്? അതെ. നോ, ഈ ന്യൂസിന്റെ കാര്യത്തിൽ അവരിപ്പോ US ഓൾറെഡി 350 million ലാസ്റ്റ് ഇയർ കൊടുത്തു പ്രിന്റ് ഇൻഡസ്ട്രിക്ക്. ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഗവൺമെന്റ് ഇടപെട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഐ തിങ്ക് ശ്രേയംസ് യു ആർ സീരിയസ് വിത്ത് ഗൂഗിൾ മണി? നോ, ഗൂഗിളിന്റെ കാശ് കിട്ടാൻ വേണ്ടി print INS has taken up the matter. Yeah. CCA is in the final stage. കാശ് കിട്ടുക. It's happening. അതുപോലെ പിന്നെ ചാനലിൻ്റെ ഇന്ത്യയിലെ ന്യൂസ് ചാനലുകളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ന്യൂസ് ചാനല് പറയാതിരിക്കാൻ വേണം. അതായത് നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോൾ അവരുമായിട്ടുള്ള സംസാരത്തിൽ ലുക്ക് ജസ്റ്റ് കമ്പയർ നമ്മുടെ ഫോർഗെറ്റ് അബൌട്ട് റീജിയണൽ ചാനൽസ്, BBC, CNN, സ്കൈ ന്യൂസ്, ഇതൊക്കെ എടുക്കുമ്പോൾ അവരിപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ന്യൂസ് അവർ ആണെങ്കിലും ന്യൂസ് റീഡിംഗ് ആണെങ്കിലും അതിന് ഒരു ഫ്ലോ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സെറ്റിൽ ആങ്കേഴ്സ് തമ്മിൽ അടിയുണ്ടായ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അതൊരു ഡിഫറെന്റ് ലെവലിലേക്ക് പോയി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആരാത് എൻജോയ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഇറ്റ് ഇസ് വെരി അൺഫോർച്ചുനേറ്റ്. അത് ഒരു ചാനലിനെയോ ഒരു മീഡിയ ഹൗസിനെയോ ബ്ലെയിം ചെയ്തിട്ട് കാര്യമല്ല. അങ്ങനത്തെ ഒരു ലെവലിലേക്ക് സോ സാഡ്. അവർ മത്സരിക്കേണ്ടി വരുമ്പോൾ ഏത് ആളുകൾ കാണുന്നതിനനുസരിച്ച് പിറകെ പോകേണ്ടി വരുന്നു. അത് ഞാനും ഒരു ന്യൂസ് ചാനലിന്റെ പാർട്ടായോട് ഞാനോട് കമന്റിങ് ഉണ്ട്. കൂടുതൽ മറ്റൊരു കാര്യം ചോദിക്കാനുള്ള, ഒരുപാട് വർക്ക് ഫോഴ്സുമായിട്ട് താങ്കൾ, അതായത് ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും, ഡിസ്നി ആണെങ്കിലും ഇന്ത്യ, വിദേശ രാജ്യങ്ങൾ, കേരളം, ഈ മൂന്ന് പേരെയും താങ്കൾ അവരുടെയൊക്കെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. ഈ 3 മനോഭാവങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിനോടും ഈ ജോലിനോടും? എനിക്ക് മനസ്സിലായില്ല. അതായത് മാധവൻ സാർ ഇപ്പോൾ ഡിസ്നിയുടെ അവിടെയൊക്കെ വിദേശത്ത് ഒരുപാടായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇവിടെ ഇന്ത്യയിൽ, കേരളത്തിലുണ്ട്. ജോലിയോടും ജീവിതത്തിനോടും ഒക്കെയുള്ള 3 മനോഭാവങ്ങൾ എങ്ങനെയാണ് അത് സ്റ്റഡി ചെയ്തിട്ടുണ്ട്? ഇപ്പൊ എസ്പെഷ്യലി US പോകുമ്പോൾ ടോട്ടലി കമ്മിറ്റഡ്. ഡിസ്നിയുടെ ഗ്ലോബൽ CEO ഓഫീസിൽ വരുന്ന സമയം എത്രയാണെന്ന് അറിയാം? 7 മണി. 7 മണി ഗേറ്റിൽ നമുക്ക് ഇവിടെ വാച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അയാൾ ഒരിക്കലും 7:01 ആവാറില്ല. 7 മണിക്ക് അയാളെ കാറ് ഗേറ്റ് ക്രോസ് ചെയ്യും. ആൻഡ് വൈകുന്നേരം 4 മണി 5 മണി വരെ എല്ലാവരും 7:30 ആകുമ്പോഴേക്കും ഓഫീസ് ഫുള്ളാണ്. എല്ലാവരും ബിസിയാണ്, കമ്മിറ്റഡ് ആണ്. ഇവിടുത്തെ ബാക്ക് ഹോമിനോ നമ്മൾ എന്താ, യു പ്രിറ്റൻഡ് ടു ബി വർക്കിംഗ് ആൻഡ് ഐ പ്രിറ്റൻഡ് ടു ബി പേയിങ് ആൻഡ് കമ്പനി കൊളാപ്സ്ഡ്. ഇവിടെ ആരും ആ ഒരു സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ല. പലപ്പോഴും പ്രത്യേകിച്ച് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ ഉള്ളത് ആ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി വർക്ക് ചെയ്യുന്ന എത്ര പേരുണ്ട് എന്നുള്ളതാണ്. ഈ സ്റ്റാറ്റ്യൂട്ടറി റെഗുലേഷൻ വെച്ചിട്ട് 10 to 5 അല്ലെങ്കിൽ 10 to 6 ഓഫീസിൽ ഇരിക്കുക, അതാണ് മെയിൻ. അതിനപ്പുറം അതിന്റെ ഔട്ട്പുട്ട് എത്രയാണ്, എങ്ങനെയാണെന്നുള്ളത് നമ്മൾ, അതൊരു സൈക്കോളജിക്കൽ ഉള്ള പ്രശ്നമാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ അതിലുണ്ടോ? ഐ ഡോണ്ട് നോ. ഓറിയന്റേഷൻ. ഇപ്പോൾ ഞാൻ നാട്ടിൽ പോയാൽ ഇപ്പോൾ ഏറ്റവും വലിയ പേടി ഇപ്പോൾ ഒരു വടകര, എൻ്റെ ഇറ്റ്സ് എ വില്ലേജ്, വടകരയിൽ നിന്ന് 4 കിലോമീറ്റർ ഉള്ള പോയാൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മിനിമം ഒരു 10-15 ടീം ഡൊണേഷനായിട്ട് വരും. അത് സങ്കടം തോന്നുന്നത് ഞാൻ ചോദിക്കൂ. യങ്സ്റ്റേഴ്സാണ്, ഒരു 6-7 പേരാണ് വരിക. അതിൽ 25-20 ആ പ്രായ ഗ്രൂപ്പിലുള്ള ഇരിക്കാനൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ പ്രധാന ജോലി എന്താന്ന് ചോദിച്ചാൽ ഇവർക്ക് ആർക്കും ഒരു ജോലിയില്ല. ഹാപ്പി. എന്താണ് അവരുടെ റവന്യൂ അത് ഞാൻ ചോദിക്കാറില്ല. അത് ഓഫൻഡഡ് ആണ്. എങ്ങനെ ജീവിക്കുന്നു, യു കൻ സീ ദാറ്റ്. അത് കൂടി വരും അവിടെ ആ ഒരു കൾച്ചർ.
അതിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ ഒരു ലോക്കൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഒരു ക്ലബിന് ഇങ്ങനെ എന്തെങ്കിലും ഒരു അഡ്രസ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കാണാം. മേജർ ഇഷ്യൂ ആണ്. അപ്പോൾ അത് ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആയിരിക്കും ചിലപ്പോൾ. നോട്ട് സൈക്കോ, ഓറിയന്റേഷൻ്റെ പ്രോബ്ലം ആണ്. ഓറിയന്റേഷൻ. അപ്പോൾ അതിപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ NR നാരായണ ഇതൊരു പഴയ കഥയാണ്. എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു മാനേജ്മെന്റ് കൺസൾട്ടന്റ്, അയാള് അന്ന് ഈ മൊബൈലൊന്നും ഇല്ലാത്ത സമയത്ത് അയാൾ 2 ഫ്രണ്ട്സ് ഉണ്ട്. ഒരാൾ മൂവാറ്റുപുഴ എന്തോ ഒരു റിസർച്ചുമായിട്ട് പോയിരിക്കുകയാണ്, ബോംബെ നിന്ന് വന്നിട്ട് എന്തോ ഒരു സ്റ്റഡി, മറ്റേ ട്രൈബൽസിന്റെ സ്റ്റഡിക്ക് പോയിരിക്കുകയാണ്. വേറൊരാള് നേവി ഓഫീസിലെ കേണലോ മറ്റോ ആണ്. അപ്പൊ ഇയാൾ വന്നു, ഹോട്ടലിലെത്തി, വിളിച്ച ഈ മൂവാറ്റുപുഴ പറഞ്ഞ് കോള് ബുക്ക് ചെയ്യണമെന്ന്, ട്രങ്ക് ബുക്ക് ചെയ്യണമെന്ന്. അപ്പൊ പറഞ്ഞു, നീ പറ, കിട്ടുമൊന്നുമില്ല, നോക്കാം, നിന്റെ നമ്പർ പറയാന്ന് പറയും. വളരെ ധാർഷ്ട്യത്തോടെ. അത് കഴിഞ്ഞ് നേവി ഓഫീസിലേക്ക് വിളിച്ചു, നേവി ഷിപ്പ് യാർഡ്. അവിടെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഗുഡ് ഈവനിങ് സർ, ഹൗ കൻ ഐ ഹെൽപ്പ് യു? വിൽ കണക്ട്, ഹീസ് ട്രാവലിംഗ്, വിൽ ബാക്ക് ടുമോറോ. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് രണ്ടും ഒരു അമ്മയുടെ മക്കളാണ്. ടെലിഫോൺ അറ്റൻഡ് ചെയ്ത് ഡിഫൻസ് എംപ്ലോയിയും നേവിയിലെ അവൻ്റെ ഓറിയന്റേഷൻ്റെ പ്രോബ്ലം, ഓറിയന്റേഷൻ്റെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതേസമയം ഇപ്പം അടുത്ത് നാരായണമൂർത്തിയുടെ ഒരു വലിയ വിവാദമായി. ഇത്ര മണിക്കൂർ ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് അത് എൻ്റയർലി ഇന്ത്യയിലെ ഒരുപാട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നാരായണമൂർത്തിക്ക് എതിരായിരുന്നു അതിനുള്ളൊരു അഭിപ്രായം. സാർ അത് ശ്രദ്ധിച്ചിരുന്നത്? ഈ പീസ് മീലായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. ശ്രീകാന്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു ബുക്ക് എഴുതുമ്പോൾ ഞാനിതായ 5 മണിയാണ്, ഞാനിപ്പോൾ നിർത്താന്ന് പറഞ്ഞാൽ പേനൊക്കെ പൊളിച്ചിരിക്കുമോ? You can do that. If you want to be an achiever, it's a different game altogether. ഈ ലണ്ടനിൽ ഹൈഡ് പാർക്കിൽ പോയാൽ അറിയാം, രാവിലെ ചിലപ്പോൾ ഈ ജെറ്റ് ലാഗ് ഉള്ളപ്പോൾ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകും 4 മണി. അപ്പൊ ഈ ഒരുപാട് അത്ലറ്റിക്സ് അവിടെ ട്രെയിൻ ചെയ്യുന്ന ഈ സമയത്താണ്. അവർക്ക് ഉറക്കമില്ല. You can have both. You want to be an achiever, you want to be a rich person, you want to be established, but I will work only 6 hours. അത് പറ്റില്ല. അതിന് പിന്നെ ഈ നിലയിൽ നിങ്ങളെ കംഫർട്ട് സോൺ തിരഞ്ഞെടുക്കുക, ഇതുപോലെ ഇരിക്കുക, ഇല്ലെങ്കിൽ ഈ പിരിവൊക്കെ ആയിട്ട് നടക്കുക, ഹാപ്പി ആയിട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, സാറിൻ്റെ ഒരു ദിവസം എങ്ങനെയാണ്? നമ്മളിരിക്കുമ്പോൾ പാടില്ല, ഒരേ സമയം സാറ് പല സാധനങ്ങൾ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ സത്യത്രയ്ക്കൊക്കെ അങ്ങനത്തെ ഒരു സിദ്ധി ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ മുന്നിലിരിക്കും, പക്ഷേ പുള്ളിയുടെ പണി ചെയ്തുകൊണ്ട് നമ്മളോട് സംസാരിക്കും. അങ്ങനെ ഒരു ദിവസത്തിന് എങ്ങനെയാണ്? പ്രമോദ്, ശ്രീകാന്ത് എല്ലാം നമ്മളായിട്ടുള്ള എല്ലാം ലംഘിക്കുകയാണ്. ഞാൻ എന്നെപ്പറ്റി ചോദിക്കരുതെന്ന് പറഞ്ഞിട്ട് വീണ് ഇനിയോ normally I sleep for 5 hours, 4.5 or ആ റേഞ്ചിൽ കിട്ടിയാൽ ഹാപ്പി ആയി. ഗെറ്റ് അപ്പ് ഏർലി മോർണിംഗ്. അതിനനുസരിച്ച് സാധാരണ ഐ സ്ലീപ് വെരി ലേറ്റ്, 12:30. ഗെറ്റ് അപ്പ് അറ്റ് 5:30, 6. First 2 hours I don't even pick up the phone. That's for me. ജിം, നടത്തം, കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ടൈമിലാണ് ആ ദിവസത്തെ എൻ്റെ പ്ലാനിങ് നടക്കുവാണെങ്കിലും എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം, ഇന്നലെ എന്ത് ചെയ്തില്ല, അതിൻ്റെ ഇമ്പാക്റ്റ് ആയിട്ട് ഐ വുഡ് സേ ഇറ്റ്സ് എ സ്ട്രാറ്റജി സെഷൻ ഡിപ്പെൻഡിങ് ഓൺ പെൻഡിങ് ഐറ്റംസ്. അത് വന്ന് തിരിച്ചെത്തിയ ഉടനെ ഐ വിൽ പുട്ട് ഇറ്റ് ഇൻ റൈറ്റിംഗ്. പെൻഡിങ് ഐറ്റംസ്, ആരെ വിളിക്കണം, എന്ത് കളിക്കണം, ഏത് മീറ്റിംഗ് പോകണം, അവിടെ നിന്നാണ് തുടക്കം. ബാക്കി പിന്നെ നമ്മളെ കയ്യിലല്ല. അതിന് ശേഷം പിന്നെ ബാക്കി മീറ്റിങ്ങും കാര്യങ്ങളായിട്ട്. ഇപ്പോഴും ഈ വർക്കഹോളിക് ആയിട്ടുള്ള ആളുകളെ പറ്റിയിട്ട് പല അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോഴും ഈ പ്രായത്തിലും ആ വർക്കഹോളിസം സാറിന് നിലനിർത്താൻ പറ്റാറുണ്ടോ? വർക്കഹോളിക് എന്ന് പറഞ്ഞാൽ അതൊരു റോങ് കോയിനിങ് ആണ്. ഇറ്റ്സ് നോട്ട് വർക്കഹോളിക്. യു ഹാവ് ടു വർക്ക്, നോ. അത് ഇപ്പോൾ ഒരു പാട്ടുകാരൻ വെച്ചാൽ നിങ്ങൾ പാട്ട് പാടിക്കോളൂ. പാട്ടുകാരൻ 60ാമത്തെ വയസ്സിൽ പറയുമോ, ഞാൻ ഇനി പാട്ട് നിർത്തുവാന്ന്, ഇനി ഞാൻ പാടുന്നില്ല, ഇനി ഞാൻ നിർത്തിക്കഴിഞ്ഞു? അങ്ങനെ ഇല്ലല്ലോ. സോ ഇതൊക്കെ പഴയ ഒരു ബ്രിട്ടീഷ് കൾച്ചറിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് US ഇപ്പൊ പല ഓഫീസിലും 65, എൻ്റെ സിഒന്റെ വയസ്സ് 72 ഈ 7 മണിക്ക് ഓഫീസിൽ എത്തുന്ന ആള്. ഈസ് പെർഫെക്റ്റ്. ഈ ഷെഡ്യൂൾ ഈസ് ദാറ്റ് ഹി ഗെറ്റ്സ് അപ്പ് അറ്റ് 4 o'clock, 4:30 to 5:30 ഓടും. ഇപ്പോൾ 7-8 കിലോമീറ്റർ ഓടി വന്നിട്ടാണ്. ഇറ്റ്സ് എ മൈൻഡ് സെറ്റ്, നോ? ഹൂ സെഡ് യു ഷുഡ് റിട്ടയർ? അത് വിദേശങ്ങളിൽ ഒരു സ്ഥലത്തുമില്ല. 65-70 വയസ്സിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ ഈ ടി വിയിൽ തന്നെ നമ്മൾ ചോദിക്കാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. ഈ റേറ്റിംഗ് സിസ്റ്റമാണ് ഇപ്പോഴും ടി വിയിൽ നിലനിർത്തുന്നത്. ഈ റേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റി ഒരുപാട് അഭിപ്രായങ്ങളും അതിനെ പറ്റിയുള്ള പരാതികളും ഒക്കെ ഉണ്ട്. സാറിൻ്റെ ഒരു ടേക്ക് എന്താണ് അതിന്? ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പലരും ഇത് എന്താണെന്ന് മനസ്സിലാക്കിയതിനെ പറ്റി. നമ്മുടെ ഇന്ത്യയിൽ എത്ര ഹൗസ് ഹോൾഡ്സ് ഉണ്ട് അറിയാം? 320 മില്യൺ. അത് 32 കോടി വീടുകളുണ്ടാവും ഇന്ത്യയിൽ.
അതിൽ 200 പ്ലസ് മൈനസ് എക്സാക്ട് അല്ല 200 മില്യൺ, അതായത് 20 കോടി വീടുകളിലെ ടി വി ഉള്ളൂ. ബാക്കി 12 കോടി വീടുകളിൽ ടി വി ഇല്ല. അത് ഇനിയും ടി വിക്ക് വേണ്ടി നടക്കുകയാണ്. അപ്പോൾ 2/3 1/3 ഇതിൽ തന്നെ പേ യൂണിവേഴ്സ്, അവിടെയാണല്ലോ റേറ്റിംഗ് വരുന്നത്. പേ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ കേബിളും DTH ആയിട്ട് കണക്ട് ചെയ്യുന്ന വീടുകൾ. അതിൽ 100, 120, അതായത് 12 കോടിയാണ്. 20 കോടിയിൽ 12 കോടിയാണ് ഈ പേ യൂണിവേഴ്സ് കേബിളുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അവിടെയാണ് ഈ റേറ്റിംഗ് വരുന്നത്. 12 കോടി ഉള്ള അല്ലെങ്കിൽ 15 കോടിയുള്ള ഒരു യൂണിവേഴ്സിൽ അതിൽ എത്ര മീറ്റേഴ്സ് ഉണ്ടെന്ന് അറിയാമോ? 60,000 മീറ്റേഴ്സ്. ഇറ്റ്സ് ലൈക്ക് എൻ എക്സിറ്റ് പോൾ. അവരൊരു സാമ്പിൾ എടുത്തിട്ട് അവരുടെ എന്താണ് കാണുന്നത് കാണാതിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇൻ ഇന്ത്യ BBC ആണെങ്കിൽ അവരുടെ ഒരുപാട് സബ്സ്ക്രിപ്ഷൻ റവന്യൂ കിട്ടുന്നുണ്ട് അവർക്ക്. പത്രം കോപ്പി വിൽക്കുമ്പോൾ കിട്ടുന്നില്ല. പത്രത്തിന് 2 റവന്യൂ സ്ട്രീം ഉണ്ട്. ഒന്ന് പത്രം വിൽക്കുമ്പോൾ കിട്ടുന്ന കോപ്പിയുടെ പൈസ, അഡ്വർടൈസ്മെന്റ് റവന്യൂ. ഈ ഇന്ത്യയിൽ സ്പെഷ്യൽ ന്യൂസ് ചാനൽസിന് ഈ റവന്യൂ 0 ആണ്. സബ്സ്ക്രിപ്ഷൻ റവന്യൂ. ദേ ഹാവ് ടു ഫുള്ളി ഡിപെൻഡ് ഓൺ അഡ്വർടൈസ്മെന്റ് റവന്യൂ. അപ്പോഴാണ് ഈ യുദ്ധം തുടങ്ങുന്നത്. അതിനുവേണ്ടി റേറ്റിംഗ് പല ലെവലിലും മാനിപ്പുലേറ്റ് ചെയ്യുന്നു. കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. അതേസമയത്ത് ആന്ധ്ര, കർണാടക ഒക്കെ അവർ ഹൗസ് ഹോൾഡ്സ് പോയിട്ട് അവിടെ ബ്രൈബ് ചെയ്യുക. എന്നിട്ട് എൻ്റെ ചാനൽ മാത്രം 7 മുതൽ 10 വരെ എൻ്റെ ചാനൽ മാത്രം കണ്ടാൽ നിങ്ങൾക്ക് 2000 രൂപ ഞാൻ തരും, അല്ലെങ്കിൽ 3000 രൂപ, ഇല്ലെങ്കിൽ പാസ് കൊടുക്കുക. ഇതാണ് നടക്കുന്നത്. അൺഫോർച്ചുനേറ്റ്. അതിനെങ്ങനെയാണ് ഒരു മറികടക്കാൻ ആര് ഇനീഷ്യേറ്റീവ് എടുക്കണം? ബാർക്കിലി ഞാൻ ഇപ്പോഴും ഞാൻ അതിന്റെ ഡയറക്ടറാണെന്നാണ് തോന്നുന്നത്. ഒരുപാട് മെഷേഴ്സ് എടുത്തു. മറ്റ് സെൻട്രൽ ഓഫീസിൽ നമ്മൾ ഒരാള് ബിറ്റ്വീൻ 7 and 11 ഒരു ചാനൽ മാത്രം കണ്ടാൽ നമ്മൾ ഫർദർ പ്രോബ് ചെയ്തിട്ട് സെൻട്രൽ അതിനൊരു ആൽഗരിതം കൊണ്ടുവന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റൊരു രാജ്യത്തില്ലാത്തൊരു പ്രത്യേകതയാണ് ഇവിടെ കാണുന്നത്. ഈ ഹൗസ് ഹോൾഡ് ലെവലിൽ പോയിട്ട് ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യും. ഇതാണ്. അതിനൊരു നിയമം കൊണ്ട് ഒന്നും നിയമമൊക്കെ ഉണ്ട്. ഇവിടെ എന്താ നിയമത്തിന് കുറവാണ്? നിയമം ഇവിടെ ഇല്ലാത്ത നിയമമൊക്കെ ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് ആയില്ല. അതൊരു ഓറിയന്റേഷന്റെ പ്രോബ്ലം. വേറൊന്ന്, ഞാൻ മാധവൻ സാറിന്റെ 2 മക്കളുടെ വിവാഹത്തിനും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്താ വെച്ചാൽ, അവിടെ വന്ന ആളുകളിൽ വടകരയിലെ വളരെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ മുതൽ ഷാരൂഖ് ഖാനും മോഹൻലാലും അടക്കമുള്ള ഈ ആളുകളുണ്ട്, മിനിസ്റ്റേഴ്സ് ഉണ്ട്. സൗഹൃദത്തിൻ്റെ എങ്ങനെയാണ് ഇത്രയും വിപുലമായ സൗഹൃദം എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു, അതിനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? അത് വലിയൊരു കാര്യമാണ്. ഈ സൗഹൃദം എന്ന് പറഞ്ഞാൽ അത് ഒരാളുടെ ഏറ്റക്കുറിച്ച് അയാളുടെ പൊസിഷൻ അനുസരിച്ച് ഞാൻ പോയിട്ട് കാണുമോ ഫ്രണ്ട് ആക്കാനോ തോന്നിയിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ പോയപ്പോൾ ഞങ്ങൾ ഒരു വൈകുന്നേരം സെലിബ്രേറ്റ് ചെയ്ത എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു സ്വന്തമായിട്ട്. അപ്പോൾ അവനത് ജീവിതത്തിൽ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വലിയൊരു ഇൻസിഡൻ്റ് ആണത്. അല്ലെങ്കിൽ എന്നും വാടകയ്ക്ക് വേണ്ടി വൈകുന്നേരം അയാൾക്ക് കിട്ടുന്ന 100 രൂപ കഴിഞ്ഞിട്ട് കടമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാനും ചെറുതായിട്ടൊക്കെ. സോ ഹാപ്പി, സൂപ്പർ ഹാപ്പി. ഞാൻ ഓട്ടോറിക്ഷ വാങ്ങിച്ച് ഓട്ടോറിക്ഷയായിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് എന്നെ കൊണ്ട് അമ്പലത്തിലൊക്കെ പോയി നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. വഴിയിൽ നിന്നൊരു ചായയൊക്കെ വാങ്ങിച്ചു തന്നു. ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ആ ഹാപ്പിനെസ് ഇപ്പം മുകേഷ് അംബാനി 10 ബില്യന്റെ അസറ്റ് വാങ്ങുന്നതിന് തുല്യമാണ് ഈ ഓട്ടോറിക്ഷക്കാരൻ്റെ ഇത്. അതിൽ പങ്കുചേരുക എന്ന് പറഞ്ഞാൽ അതൊരു വില കൊടുത്താൽ കിട്ടാത്ത സംഭവമാണ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എല്ലാവരെയും കൂടെ മിക്സ് ചെയ്യുക, കാണുക, ഇന്ററാക്ട്. പലപ്പോഴും സമയം കിട്ടാറില്ല. ആ വടകരയിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവുമോ? അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ അതായിരിക്കില്ലേ? അപ്പോൾ അത് എപ്പോഴാണ് എങ്ങനെയാണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇതുവരെ സംഭവിച്ചത് പോലെയൊക്കെ തന്നെ സംഭവിച്ചു. അതെ, ഒരു ഇൻഡ്യൂഷൻ പോലെ. ആർക്കറിയാം എവിടെയായിരിക്കും. അതിനെപ്പറ്റി ഇപ്പൊ പറയാനായിട്ടില്ല. കുറച്ച് ചോദ്യങ്ങൾ ഓഡിയൻസിൽ ചോദിക്കാനുണ്ട്. Okay, it was very interesting to listen to you. My name is Narayanan and I work for a TV channel in Delhi. So just one question, since you are shifted from the news industry to a sort of, entertainment sector. So do you see television is more and more become a medium for entertainment more than news? How do you see it in the future? Because people are going to have more surplus time because AI and all other stuffs.
No, see, as you know, there's no content is king. The all university content is going to continue. Chat GPT, I don't know. You are aware of that? You are based out of India or Delhi? Okay. So I don't know. You are aware of that? US-le last 6 months ആയിട്ട് റൈറ്റേഴ്സ് ഫോറം, ഇറ്റ്സ് എ വെരി പവർഫുൾ ഫോറം, സ്ട്രൈക്കിലായിരുന്നു. അവരുടെ ഡിമാൻഡ് AI യൂസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് റൈറ്റിംഗും പാടില്ല എന്നാണ്. ആൻഡ് കാരണം അവിടെ ഒരു ഐ ടെൽ യു ദാറ്റ് ഡിസ്നിയിലൊക്കെ ഒരുപാട് മൂവിയും കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ടീം, ഒരു റൈറ്റേഴ്സ് ടീം, ഒരു കൺസെപ്റ്റ് ഒരു മൂവിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ഷോയിന് വേണ്ടി അതിൻ്റെ റൈറ്റേഴ്സ് ടീമിൻ്റെ ഗ്രൂപ്പിൽ ദർ കുഡ് ബി ക്ലോസ് ടു 12 to 18 മെമ്പേഴ്സ്. അവരാണ് ഇവിടുത്തെ പോലെയല്ല, ഒരാൾ എഴുതിയിട്ട് ഇവിടെ പലപ്പോഴും സെറ്റിൽ വെച്ചിട്ടാണ് ബാക്കി കംപ്ലീറ്റ്. അവിടെ അത് എഴുതി അത് ഇറ്റ്സ് എ ലോങ് റൺ പ്രോസസ്. ഇറ്റ് ടേക്സ് ഓൾമോസ്റ്റ് 12 to 18 months. അവരുടെ ഡിമാൻഡ് ഈ നമ്പേഴ്സ് കുറക്കാൻ പാടില്ല. ഇപ്പോഴേ വിത്ത് ദ സപ്പോർട്ട് ഓഫ് AI യു നീഡ് ഓൺലി 2 people. ഒരു പ്രത്യേകിച്ച് ഷോസിനൊക്കെ ഉണ്ടല്ലോ, രണ്ടാമത്തെ എപ്പിസോഡ് കഴിഞ്ഞാൽ ജനം ഇഷ്ടപ്പെടുന്നത് എന്താണല്ലോ ആൽഗരിതം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ വ്യൂവേഴ്സിന് ഏതാണ് വേണമെന്ന് വെച്ചാൽ അത് നമ്മൾ പറഞ്ഞു തരും, അഡ്വൈസ് ചെയ്യും. അതിൽ കിൽ ദ വില്ലൻ, ബ്രിങ് അനദർ വൺ, സ്റ്റോറീസ് ഡീവിയേറ്റ് യു, ദ ഹോൾ തിങ് യു ഷുഡ് സീ ദാറ്റ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. സോ കണ്ടന്റ് ഈസ് കിങ് ആൻഡ് കണ്ടന്റിന്റെ സ്റ്റൈലും മാറുവാണ്. അപ്പോൾ ഈ സമയത്തിൻ്റെ പറഞ്ഞാൽ നമ്മളൊരു ആവറേജ്, അതിൻ്റെ സ്റ്റഡി ഉണ്ട്, ഒരു ആവറേജ് പേഴ്സൺ മിഡിൽ ക്ലാസ്സോ അവന് TV വാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടന്റ് വാച്ച് ചെയ്യാൻ ഈ സേവിങ് അറൗണ്ട് 2 to 2.5 hours ഒരു ദിവസം. ആൻഡ് യു ആർ ഹ്യൂജ് കണ്ടന്റ് അറൗണ്ട്. OTT എന്ന് പറഞ്ഞാൽ ഹ്യൂജ്. പിന്നെ ഈ അപ്പോയിൻമെന്റ് വ്യൂയിങ് ഇസ് കംപ്ലീറ്റ്ലി ഗോൺ. മുമ്പ് സ്ത്രീ ജന്മം കാണാൻ 7:30 മണിക്ക് നമ്മൾ കടയൊക്കെ അടച്ച് കാണുന്നത് അത് പോയി. യു ക്യാൻ ഗോ ആൻഡ് വാച്ച് അറ്റ് എനി ടൈം, നോ ഗിവൺ ടൈം. ദിസ് ഇസ് ദ ഹോൾ person. It's the most complex universe, this media. I'll tell you, it's the only industry where the viewership is being monitored minute by minute. The only industry. വേറെ സ്റ്റീൽ കമ്പനി ആയാലും കെമിക്കൽ കമ്പനി ആയാലും യു വിൽ ഗെറ്റ് എ P&L, ക്വാർട്ടർലി P&L കിട്ടുള്ളൂ, അല്ലെങ്കിൽ മന്ത്ലി P&L. ഇതല്ല, ഓരോ സെക്കൻഡിലും ആരെവിടെ എന്ത് കാണുന്ന ഇഷ്ടം എന്താണെന്ന് നമുക്ക് കാണാം. വെരി കോംപ്ലക്സ്. എൻ്റെ പേര് വിജയ് എന്നാണ്. വെരി ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻ. As you said, many expatriates have gone abroad. പക്ഷേ Yusuf Ali made his mark. You said coming out of the comfort zone. Very interesting. Only an example, please. Yeah. But then there are many Yusuf Alis around. അതെ. പക്ഷേ നമ്മൾ കുട്ടിക്കാലത്ത് പഠിക്കുന്നു ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബോൾഡ്, വിച്ച് ഹാസ് ബീൻ റിയൽ റിംഗിങ്. അപ്പം K. മാധവൻ്റെ ലൈഫിൽ അങ്ങനെ പ്രോബബ്ലി is there one instance probably where you could just share with us, fortune favors the bold? No, very difficult question. I don't want to. It's a very complicated question also. See, മുമ്പത്തെ വെച്ചാൽ മുമ്പ് ടാറ്റ ഫാമിലിയിൽ അയച്ചാൽ യു ക്യാൻ ബിൽഡ് എ ബിഗ് എംപയർ അഗെയിൻ. യു ക്യാൻ ബി പാർട്ട് ഓഫ് എ ബിഗ് എംപയർ, കറക്റ്റ്? അല്ലെങ്കിൽ ബിർള ഫാമിലിയിൽ, മഫ്തുലാൽ ഫാമിലിയിൽ അവർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. ഇന്നത് കംപ്ലീറ്റ് ഡിമോളിഷ് ചെയ്തു. ആൻഡ് ഇന്ത്യയിലുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ഇൻഫോസിസ്. 5 എംപ്ലോയീസ് കൂടിയിട്ട് അതിൻ്റെ നെറ്റ്വർത്ത് ഇപ്പം എന്താണെന്നറിയാം. ആൻഡ് ലോകത്ത് തന്നെ എടുത്താൽ ഒരു സ്വന്തമായിട്ട് ഒരു കാറില്ലാത്തവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാർ ഓപ്പറേറ്റർ, ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സ്. ആരാണെന്നറിയാം? ഊബർ. ഏറ്റവും വലിയ ഇ കോമേഴ്സ് നടത്തുന്ന ആമസോൺ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചർ. ദേ ഡോണ്ട് മാനുഫാക്ചർ വൺ ബോൾ പെൻ ഓൺ ദർ ഓൺ. So if you have an idea, you can be the ruler, you can be the king. മുമ്പ് money matters. You need tons of money to start anything. Now it's not required. Come with a brilliant idea, do that. And ഇതിപ്പോൾ ഹാർവാർഡിലാണെങ്കിലും യു ഗോ ടു എനി പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അന്ന് മുമ്പൊക്കെ മേ ബി ഒരു 10 years ബാക്ക് അവരുടെ ഇൻട്രസ്റ്റ് ഈസ് ടു ഗെറ്റ് ഇൻ ടു എ ഗുഡ് ജോബ്, ഒരു പ്രൈവറ്റ് ഇക്വിറ്റി അല്ലെങ്കിൽ നല്ല മൾട്ടിനാഷണൽ കമ്പനി. ഇന്ന് ടോപ്പ് 10% ടോപ്പ് ക്രീം മുഴുവൻ they are going for their own, they are going to be their own employer. They don't want to work for anyone. They may succeed, they may fail. First ആ ഒരു ബോൾഡ് അറ്റംപ്റ്റ് എടുത്ത് അവർ പോവാണ്. This is the changing scene. My name is Koshi. I have been working for the media, particularly in print, for the last 32 years in the same market. ഞാൻ മനോരമയ്ക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം when we started our career in 92, print was in total domination. And later came Asianet TV.
which in fact had initial problems from 92 to 96, if my memory is right, which was actually kept for selling. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ഇൻസൈഡിൽ പേടിച്ചിരുന്നത് നേരത്തെ ശ്രീകാന്ത് പറഞ്ഞതുപോലെ അന്ന് പ്രിൻറ്റ് ഭയങ്കരമായിട്ട് റീഡർഷിപ്പ് കുറഞ്ഞു വരുന്നു, ടി വി ഡോമിനേറ്റ് ചെയ്യുന്നു, ഭയങ്കര ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യും എന്നുള്ള. അപ്പോൾ മീഡിയ ഹൗസസ് ഇതെല്ലാം കൂടെ നിർത്തി വളരെ ആലോചിച്ച് വെച്ച് അങ്ങോട്ടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓൾവേസ് ദേ വാസ്, ഈ ട്രഡീഷണൽ മീഡിയയുടെ കാര്യം പറഞ്ഞു, ഓൾവേസ് ദേ വാസ് ദിസ് പ്രോബ്ലം ദാറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രിൻ്റ് എല്ലാം മറിഞ്ഞ് താഴെ വീഴും എന്നുള്ളൊരു രീതിയിലാണ് അന്നത്തെ കാലഘട്ടത്തിൽ. ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു? ടി വി ഈസ് ഗോയിങ് മച്ച് മോർ ഫാസ്റ്റർ downwards than the print. That's one thing. Another change what we have seen is നമ്മളെല്ലാം തന്നെ we all went behind this digital medium space. You are very aware of it. അപ്പം thinking that this will offset the revenues which is bringing down from the other two segments. നമ്മൾ ഇതെല്ലാം പകൽ ട്രൈ ചെയ്തിട്ടും ഈ പറയുന്ന ഓഫ്സെറ്റ് ഒന്നും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സൈഡിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ കുറയുന്നു, മറ്റേ സൈഡിൽ റവന്യൂസ് കുറയുന്നു. ഇതെല്ലാം തന്നെ ഒരു ഫിനോമിനായിട്ട്, ചേഞ്ചിങ് ഫിനോമിനായിട്ട് ചെയ്യും. ഡു യു ഇൻ ദിസ് ബിഗ് കോമ്പറ്റീഷൻ ഓഫ് ദി യൂട്യൂബേഴ്സ് ആൻഡ് ദ ഗൂഗിൾസ്, ഹൗ ക്യാൻ ദിസ്, എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി വേ വി ക്യാൻ ഗോ ഇൻ ടു മോർ ഇൻ ടു ദി ഡിജിറ്റൽ സ്പേസ്? ഈസ് ദർ എ വേ ഔട്ട്? Very tough question. See, I'll tell you, Sundar Pichaiയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. I don't know you have seen that. ആരോ ചോദിച്ചു ഇതേപോലെ നിങ്ങളുടെ ദിവസം എങ്ങനെ തുടങ്ങുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിപ്പോഴും വാൾ സ്ട്രീറ്റ് ന്യൂസ് പേപ്പർ വായിച്ചിട്ടാണ് ദിവസം തുടങ്ങുന്നത്. സോ ഇറ്റ്സ് എ ഡിജിറ്റൽ ഓർ ഹാർഡ് കോപ്പി. സോ അയാൾ ഈ ഞാൻ പറഞ്ഞ 65% ഓഫ് അവർ പോപ്പുലേഷൻ ഉണ്ടല്ലോ, 35-ൻ്റെ താഴെ, അയാൾ അതിൻ്റെ മേലെയാണ്. ഇറ്റ്സ് എ ഹാബിറ്റ്, ഈസ് കണ്ടിന്യൂയിങ്. അപ്പോൾ മനോരമയുടെ സർക്കുലേഷൻ ഈസ് അറൗണ്ട്, ഐ ഡോണ്ട് നോ, 20-25 lakhs a year. മാതൃഭൂമി 10 to 12, 15 lakhs, ആ റേഞ്ചിൽ. അതിനൊരു സഡൻ ഫോള് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇറ്റ്സ് എ ഗ്രാജുവൽ ഡെത്ത് ആയിരിക്കും. അതിന് എന്താണ് അതിൻ്റെ പീരീഡ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ 5 years time, ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ 15 years time. ബട്ട് ദാറ്റ് ഫോൾ ഈസ് ഡെഫിനറ്റ്, ഇറ്റ്സ് ഹാപ്പനിങ്. നോബഡി കൻ ചേഞ്ച് ദാറ്റ്. വേറൊന്ന്, നമ്മൾ ഇൻ്റർനെറ്റ് വന്നപ്പോൾ നമ്മളാരും ഇൻ്റർനെറ്റ് പഠിക്കാൻ, സി യു ക്യാൻ അഗെയിൻ ക്ലാസിഫൈ ദിസ് പ്രീ ഇൻ്റർനെറ്റ് പോപ്പുലേഷൻ ആൻഡ് പോസ്റ്റ് ഇൻ്റർനെറ്റ് പോപ്പുലേഷൻ. നമ്മളൊന്നും, ഞാനൊന്നും പ്രീ ഇൻ്റർനെറ്റിൽ ഇത് രണ്ടും കണ്ട് പഠിച്ച് വന്നവനാണ്. ഈ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ പോലെ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ ഈ റൂമിൽ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഐ ആം പാർട്ട് ഓഫ് ദാറ്റ്, യു ആർ പാർട്ട് ഓഫ് ദാറ്റ്, എല്ലാവരും ഉണ്ട്. അത് വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, ഇറ്റ് ഈസ് ഗോയിങ് ടു ചേസ് യു. യു ഹാവ് ടു ഗോ ത്രൂ ദാറ്റ്. അതുകൊണ്ട് ജോലി ശ്രീകാന്ത് ചോദിച്ച പോലെ എത്ര പേരെ ജോലി പോകുന്നൊക്കെ പറഞ്ഞാൽ, മുമ്പ് ടൈപ്പ് റൈറ്റർ മാറ്റിയിട്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ ചോദിച്ചു എത്ര പേരെ ജോലി പോകുന്നത്. ഇപ്പം ആ സ്റ്റെനോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞാൽ ആ കമ്മ്യൂണിറ്റി അല്ലേ ഇപ്പോൾ കംപ്ലീറ്റ് പോയി, വാനിഷ്. ആരും ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യലോ ഡിക്റ്റേറ്റിലോ ഒന്നുമില്ല, സ്വന്തമായൊക്കെ സ്പീഡായത്. സ്പീഡ് മാറ്റേഴ്സ്. അതേപോലെ ഈ റവന്യൂ സ്ട്രീമിൽ ഇവിടെ മാത്രമാണ് ആ ഒരു ഇഷ്യൂ. അതിന് ഒരു റീസൺ, യു ആർ ഇൻ എ കംഫർട്ട് സോൺ. ഇപ്പോഴും പ്രധാന പത്രം അല്ലെങ്കിൽ ടോപ്പിലുള്ള 2-3 പത്രങ്ങൾ അവർക്ക് ഉള്ള ആ സബ്സ്ക്രിപ്ഷൻ ലെവല് വലിയ കോട്ടയില്ലാതെ പോകുന്നുണ്ട്. പക്ഷെ ഈ ജെൻസെറ്റ് വരുമ്പോൾ ഇതെങ്ങനെ ബാധിക്കുന്നുള്ള ഒരു സീരിയസ് ഇഷ്യൂ ആണ്. ഹൗ ആർ വി ഗോയിങ് ടു അഡ്രസ് ദാറ്റ്? ഡിജിറ്റൽ സ്പേസിൽ എങ്ങനെയാണ് വരുന്നത്? ആൻഡ് ഈവൻ ടുഡേ റീജിയണൽ ന്യൂസിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. നാഷണൽ ഓർ ഇന്റർനാഷണൽ ന്യൂസ് ഐ ആം ഗെറ്റിംഗ് ഇറ്റ്. റീജിയണൽ ന്യൂസ് കിട്ടണേ ഐ ഹാഡ് ടു ഗോ ടു മാതൃഭൂമിയോ മനോരമ, ഹൂ എവർ ഇറ്റ് ഈസ്. അവിടെ നിന്ന് എനിക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് സിറ്റുവേഷനിൽ വി ഹാവ് ടു വർക്ക് അറൗണ്ട് ഇറ്റ്. സർ, കേരളത്തിൽ ഒരു മീഡിയ കൺസംഷൻ വളരെ കൂടുതലുള്ള ഒരു സ്റ്റേറ്റ് ആണ് സർ കേരള. അപ്പോൾ ഒരു മീഡിയയുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ മീഡിയ എത്രത്തോളം സാർ അതിനകത്തോട്ട് നിൽക്കുന്നുണ്ട്? സോഷ്യൽ കമ്മിറ്റ്മെന്റ് ടു സൊസൈറ്റി. ഫസ്റ്റ് പാർട്ട് ശരിയാണ്. അതിന്റെ റീസൺ അൺഎംപ്ലോയ്മെന്റ് ആയിരിക്കും. ഇവിടെ മാത്രമേ ഉള്ളൂ ഒരാള് ഒരു പത്രം 2 മണിക്കൂർ വായിച്ച് ഡിസ്ട്രക്ട് ചെയ്തിട്ടുണ്ടല്ലോ, എന്തായി എങ്ങനെ സമയത്തിൻ്റെ ആയിരിക്കും. ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു വൈ ഓൺലി ടോക്കിംഗ് അബൌട്ട് മീഡിയ ആണോ? അതെന്താ, മറ്റേ കൊക്കക്കോള വിൽക്കുന്ന ആൾക്ക് ആ ഉത്തരവാദിത്തം വേണ്ടേ? മരുന്ന് വിൽക്കുന്നവർക്ക് ഉത്തരവാദിത്തം വേണ്ടേ? വേണ്ടാതെ ടോണിക്ക് എഴുതുന്ന ഡോക്ടർമാരോടത് പറയണ്ടേ? എന്തിനാ നിങ്ങൾ എഴുതുന്നതെന്ന് ചോദിച്ചൂടെ? അപ്പോൾ വൈ ആർ യു സിംഗിളിങ് ഔട്ട് മീഡിയ ഓൺലി? അതൊരു സോഷ്യൽ ഫാബ്രിക്കിൻ്റെ, അതൊരു സൊസൈറ്റിയുടെ പ്രോബ്ലമാണ്. അതിൽ മീഡിയ വരും. അത് മീഡിയ മാത്രമായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല.
അതൊരു ഓവറോൾ സ്ട്രാറ്റജി വെച്ചിട്ട് ഈ പൊളിറ്റിക്സിൻ്റെ അതിർപ്രസറായിരിക്കും ഇതിൻ്റെ ഒരു കാരണം. എല്ലാറ്റിലും കുറ്റം കണ്ടെത്തുക, അതാക്കുക. ഇപ്പോൾ കേരളത്തിലെ ഒരു 50,000 രൂപയുടെ ഒരു കോൺട്രാക്റ്റ് ഇവിടുത്തെ മാതൃഭൂമിയുടെ മനോരമയുടെ ഹെഡ്ലൈൻ ആയിരിക്കും. അതേസമയം മറ്റൊരു സ്റ്റേറ്റിൽ അതൊരു ന്യൂസേ അല്ല. 5,000 രൂപ ആരെങ്കിലും ഒരു പഞ്ചായത്ത് സെക്രട്ടറി ബ്രൈവ് വായിച്ചിട്ടുണ്ട്, അത് വീണ്ടും വലിയ ഹെഡ്ലൈൻ ആയിരിക്കും. അവിടെ ചൗക്കിദാർ മഹാരാഷ്ട്ര മന്ത്രാലയത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കുന്ന കാര്യം. സോ ആകെ കൂടെ ആ ഒരു ഓറിയന്റേഷൻ മാറിയെങ്കിലേ ഇത് നന്നാവുള്ളൂ.